ഹലോ മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. നിങ്ങൾ ഫിസിക്സ് എക്സാം ടഫായിരുന്നു സർ, അതുകൊണ്ട് കെമിസ്ട്രി എക്സാം ടഫാവോ എന്നുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങളെ മനസ്സിൽ ആവശ്യമില്ല. അത് ചിലപ്പം നമ്മൾ നമ്മൾ എന്താ പറയുക, പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക. ചിലപ്പം അത് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചെഴുതേണ്ട ചില ക്വസ്റ്റ്യൻസും അതിൽ വന്നേക്കാം. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, ഇപ്പം നിങ്ങൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ, നമ്മുടെ മുന്നിൽ ഇനിയുള്ള 2, 3, 4 ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസങ്ങൾ നിങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ഫുള്ളി എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കും, നെയ്മഡ് റിയാക്ഷൻസ് എത്തിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവുകളിലൂടെ നമ്മൾ മാക്സിമം ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയതും എപ്പോഴും ചോദിക്കുന്നതും ചോദിക്കാത്തതൊക്കെ കവർ ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യമായിരുന്നു നെയ്മഡ് റിയാക്ഷൻസിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, കൃത്യമായിട്ട് 5 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിലാണ് പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷൻസ് വരുന്നത്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ഉണ്ട്, ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ഉണ്ട്, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, ദെൻ അമൈൻസ് ഉണ്ട്. ഈ 4 ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷൻസ് അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ, ഇതിൽ പറയുന്ന ഓരോ റിയാക്ഷനും നിങ്ങൾ എഴുതണം, എന്നിട്ട് കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം, എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ തുടങ്ങിക്കൂടെ? യെസ് മക്കളെ, ഫസ്റ്റ് റിയാക്ഷൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ആണ് അല്ലേ? എന്താ സംഭവം? ഒരു ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഒരു ബ്രോമൈഡ് എടുക്കുക. നോക്കൂ നിങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് CH3Cl എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലോറൈഡ് തന്നെ വേണമെന്നില്ല, ബ്രോമൈഡും എടുക്കാവുന്നതാണ്. അതിനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? സോഡിയം അയോഡൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഏത് മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? അസറ്റോൺ മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. മക്കൾ, ഏത് മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? അസറ്റോൺ മീഡിയത്തിൽ. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള Cl- അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള I- ഇങ്ങോട്ട് വരും. അഥവാ അയോണുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. എന്നിട്ട് എന്താ ഫോം ചെയ്യാന്നറിയോ? അയഡോ ആൽക്കെയിൻ ഫോം ചെയ്യും. ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണെന്നറിയോ? CH3I. സോഡിയം ആരുമായി കമ്പൈൻ ചെയ്യും? ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ എന്താ പറയാ, മീത്തൈൽ ബ്രോമൈഡ് ആണ് എടുത്തതെന്ന് വിചാരിക്കുക. സെയിം സംഭവം നടന്നിട്ട് എന്താ ഉണ്ടാവുക? അയഡോ മീത്തൈൻ ഉണ്ടാവും. അതായത് ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായി ട്രീറ്റ് ചെയ്ത് അയോഡോ ആൽക്കെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. മക്കളെ, ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഈ റിയാക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷന്റെ തൊട്ട് താഴെ നമ്മൾ പഠിക്കുന്ന സാധനമാണ് സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീനിൽ പറഞ്ഞ പോലെ തന്നെ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ എടുത്ത പോലെ തന്നെ മീത്തൈൽ ക്ലോറൈഡ് എടുക്കാം. ഇനി ബ്രോമൈഡ് ആണെങ്കിലും കുഴപ്പമില്ല, ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻ എടുക്കണ്ടേ. എന്നിട്ട് ഇതിനെ മക്കളെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു മെറ്റൽ ഫ്ലൂറൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് സിൽവറിന്റെ ഫ്ലൂറൈഡ് ആവാം, അത് മെർക്കുറിയുടെ ഫ്ലൂറൈഡ് ആവാം, കാൽസ്യത്തിന്റെയോ ആന്റിമണിയുടെയോ ഒക്കെ ഫ്ലൂറൈഡ് ആവാം. ഇനിയിപ്പോ എല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിൽവറിന്റെ ഫ്ലൂറൈഡ് AgFുമായി ട്രീറ്റ് ചെയ്യാന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഒരു ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സിൽവർ ഫ്ലൂറൈഡുമായിട്ട് അഥവാ ഒരു മെറ്റൽ ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്താ മക്കളെ സംഭവിക്കുക?
ഇവിടെയുള്ള Cl- അങ്ങോട്ട് പോയിട്ട് F- ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂറോ ആൽക്കെയിൻ ആയിരിക്കും. AgCl ബൈ പ്രോഡക്റ്റ്. അപ്പൊ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ മെറ്റൽ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്ത് ഫ്ലൂറോ ആൽക്കെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ കൃത്യമായി പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് നെയ്മഡ് റിയാക്ഷൻ പറഞ്ഞു, ഫിംഗൽസ്റ്റീൻ പറഞ്ഞു, സ്വാർട്സ് പറഞ്ഞു. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പേപ്പറിൽ എഴുതിയെടുത്ത് തന്നെ മക്കളെ പഠിക്കുക. ഓരോന്നും പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ മതി. അടുത്തത് സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ. മക്കളെ സാൻഡ് മേയേഴ്സ് റിയാക്ഷനോട് ചേർത്ത് വെക്കേണ്ടതാണല്ലോ എന്ത്? ഗട്ടർമാൻ റിയാക്ഷൻ. ഇതിപ്പോ രണ്ടും പറയണമെങ്കിൽ നമ്മൾ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ പറയണല്ലോ, വേണം. അപ്പൊ ഞാൻ സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തതെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. എന്താ മക്കളെ? ആദ്യം തന്നെ നിങ്ങൾ അനിലിൻ എടുക്കുക. അനിലിൻ എടുത്തു. മക്കളെ ഇത് അനിലിനാണ്. ആരാടാ ഇത് അനിലിനാണ്. ഈ അനിലിനെ നമ്മൾ ആരുമായിട്ടാ ട്രീറ്റ് ചെയ്യുന്നത്? ഈ അനിലിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, സോഡിയം നൈട്രൈറ്റ്. അതേപോലെ HCl HBr ഒക്കെ എടുക്കാം. അത് നമ്മൾ ചെയ്യുന്നത് ഐസ് കോൾഡ് കണ്ടീഷനില, വെരി ലോ ടെമ്പറേച്ചറില, 0 to 5 ഡിഗ്രി സെൽഷ്യസ്. അതിനെയാണ് 273 to 278 കെൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഏത് ഹാലോജൻ ആണോ ഇവിടെ എടുത്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻസീൻ ഡയസോണിയം ഹാലൈഡാ കിട്ടുക. അല്ലെങ്കിൽ അതിനെ നമ്മൾ ബെൻസീൻ ഡയസോണിയം സാൾട്ട് എന്ന് പറയാറുണ്ട്. ബെൻസീൻ ഡയസോണിയം സാൾട്ട്, അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്, അല്ലെങ്കിൽ ഏത് ഹാലജൻ ആണോ അതിന്റെ കറസ്പോണ്ടിങ് ഹാലൈഡ് ആണ് ഉണ്ടാവുക. ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. എന്താടാ മക്കളെ? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഇതിനെന്താ വിളിക്കുക? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ. അപ്പൊ എന്താണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എഴുതി കൊടുക്കുക. ഓക്കെ, അത് സെപ്പറേറ്റ് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി ഇവിടെ കിട്ടിയ മക്കളെ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് ഉണ്ടല്ലോ, ബെൻസീന്റെ മുകളിൽ N2X ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം സാൾട്ട്. ഇതിനെ നമ്മൾ ആരുമായിട്ടാ ട്രീറ്റ് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ കോപ്പർ ഹാലൈഡ് Cu2X2 ഇൻ ദ പ്രസൻസ് ഓഫ് HX ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എന്താ? HX. അതായത് HX പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ മക്കളെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുകയെന്നറിയോ? ഏത് ഹാലോജൻ ആണോ എടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അറീനാണ് കിട്ടുക. നൈട്രജൻ ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും, അത് വേണ്ട. അതായത് ഇവിടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ എടുത്ത ഹാലോജന്റെ കറസ്പോണ്ടിങ് ഹാലോ അറീനാണ്. ഈ റിയാക്ഷനെയാണ് നമ്മൾ സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രത്യേകം പറഞ്ഞ് ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡ് ഉപയോഗിച്ച് ഹാലോ അറീനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ. ഇനി മക്കളെ ഒരു കാര്യമുണ്ട്. എന്താ? ഇവിടെ ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഇല്ലേ? ഉണ്ട്. ആ ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡ് ഉപയോഗിക്കുന്നതിന് പകരം കോപ്പർ പൗഡർ ഉപയോഗിക്കാം. അതേപോലെ HX ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ കോപ്പർ ഹാലൈഡ് ആണെങ്കിൽ ഇവിടെ കോപ്പർ പൗഡർ. ഏത് X ആണോ ഉപയോഗിച്ചത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അറീനാണ് ഫോം ചെയ്യുക. അങ്ങനെ
കോപ്പർ ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ എന്നല്ല പറയുക, അതിന് നമ്മൾ ഗട്ടർമാൻ റിയാക്ഷൻ എന്നാണ് പറയുക. എന്താണ് മക്കളെ റിയാക്ഷന്റെ പേര്? ഗട്ടർമാൻ റിയാക്ഷൻ. എന്താണ് ഗട്ടർമാൻ റിയാക്ഷൻ? അപ്പൊ ഇവിടെ ആക്ച്വലി 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. 3 ഇമ്പോർട്ടൻ്റ്. 1 ഡയസോട്ടൈസേഷൻ, 2 സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ, 3 ഗട്ടർമാൻ റിയാക്ഷൻ. ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? വളരെ ക്ലിയർ കട്ടായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അപ്പൊ ഫിംഗൽസ്റ്റീൻ കിട്ടി, സ്വാർട്സ് കിട്ടി, ഡയസോട്ടൈസേഷൻ കിട്ടി, സാൻഡ് മേയേഴ്സ് കിട്ടി, അതേപോലെ ഗട്ടർമാൻ കിട്ടി. ഓക്കെ, ഇനി മക്കളെ നോക്കൂ, SN1 റിയാക്ഷൻ, SN2 റിയാക്ഷൻ. ഇത് നെയ്മഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞ പോലെയുള്ള നെയ്മഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ നെയ്മഡ് റിയാക്ഷന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? ഓർഗാനിക്കിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടല്ലോ. നെയ്മഡ് റിയാക്ഷൻസിന്റെ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള കാര്യം, നെയ്മഡ് റിയാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. മറ്റു റിയാക്ഷൻസിനേക്കാൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് ആർക്കുണ്ട്? നെയ്മഡ് റിയാക്ഷൻസിനുണ്ട്. അതേ ഇമ്പോർട്ടൻസോടുകൂടെ നിങ്ങൾ പരിഗണിക്കേണ്ട ആളാണ് SN1ഉം SN2 റിയാക്ഷനും. SN1ന്റെ ഒരു എക്സാമ്പിള് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, SN2ന്റെ ഒരു എക്സാമ്പിള് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മക്കൾക്ക് പറയാൻ കഴിയണം. കാര്യം എന്താ? അത് പറയാൻ കഴിഞ്ഞാൽ SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. വളരെ പെട്ടെന്ന് പറയാം മക്കളെ. എന്താണ് SN1ന്റെ എക്സാമ്പിൾ നോക്കണേ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു 3 CH3 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ എത്ര CH3 ഉണ്ട്? ഇവിടെ 3 CH3 ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക? ഇവർക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ കാർബണിന്റെയും ക്ലോറിന്റെയും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. എങ്ങനെ ബ്രേക്ക് ആവുക? മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആ ബോണ്ട് എടുക്കും. ഓക്കെ, അപ്പൊ കാർബണിന് ബോണ്ട് നഷ്ടപ്പെട്ടു. അപ്പൊ അയാൾക്ക് കാർബൺ ഏത് ചാർജ് കൊടുക്കണം? പോസിറ്റീവ് ചാർജ് കൊടുക്കണം. പോസിറ്റീവ് ചാർജ് കൊടുത്തു. ആർക്കാ ബോണ്ട് കിട്ടിയത്? ക്ലോറിന്. അപ്പൊ ഏത് ചാർജാ? നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പില് അവിടെ ഒരു കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പില് ആ കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടല്ലോ, ആ കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. അപ്പൊ മക്കളെ ന്യൂക്ലിയോഫൈൽ ഈ കാർബണിലേക്ക് അങ്ങ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ആൽക്കഹോൾ ആയിട്ട് മാറും. പക്ഷെ അത് എങ്ങനെയാ നിൽക്കുക? അത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നിൽക്കും, അതേപോലെ തിരിഞ്ഞു നിൽക്കും. 2 രൂപത്തിൽ നിൽക്കുന്ന പ്രോഡക്റ്റും നമുക്ക് കിട്ടും. സർ ഇവിടെ ഒന്നല്ലേ എടുത്തിട്ടുള്ളൂ എന്ന് പറയണ്ട, ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്നുമല്ല. ആ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിലേക്ക് OH വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇവിടെ നിൽക്കുന്ന അതേപോലെയുള്ള പ്രോഡക്റ്റും ഉണ്ടാവും, തിരിഞ്ഞു നിൽക്കുന്ന പ്രോഡക്റ്റും ഉണ്ടാവും. എങ്ങനെയാ അത് പറയുക? നോക്കൂ മക്കളെ, നേരത്തെ നിന്ന് അതേപോലെ ഇയാൾ നിൽക്കുമ്പോഴുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എന്നാൽ തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാടാ നമ്മൾ പറയാ? തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റ് OH ലെഫ്റ്റിലേക്ക് വരും, CH3 റൈറ്റിലേക്ക് ഇങ്ങനെ എഴുതണം. ഇതാണ് ഇതിന്റെ പരിപാടി. നേരത്തെ നിന്ന പോലെ തന്നെ നിൽക്കുന്നതിന് റീടെൻഷൻ എന്നാ പറയുക, തിരിഞ്ഞു നിൽക്കുന്നതിന് ഇൻവേർഷൻ എന്നാ പറയുക. ഇൻവേർഷനും റീടെൻഷനും ഉണ്ടെങ്കിൽ അവിടെ റെസിമൈസേഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് SN1ന്റെ ഒരു എക്സാമ്പിള് എന്ന് പറയുന്നത്. മക്കളെ, SN1ന്റെ എക്സാമ്പിള് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകണം. എന്താ അതിന്റെ ഫീച്ചേഴ്സിലേക്ക്, അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക്, അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചാൽ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ആദ്യം തന്നെ ഇതൊരു 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. എന്ത് മെക്കാനിസമാണടാ? ഇതൊരു 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. എവിടെയാ ബ്രേക്കിംഗ് നടക്കുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പില്. അത് വളരെ സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് മേക്കിംഗ് നടക്കുക. ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പൊ ബോണ്ട് ബ്രേക്കിംഗ് എവിടെയാ നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതേസമയം ബോണ്ടിന്റെ മേക്കിംഗ് എവിടെയാ നടക്കുന്നത്? അത് സെക്കൻഡ് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അറിയുക. ഇനി മക്കളെ, മൂന്നാമത്തെ പോയിന്റ്. ഏത് പോയിന്റാണ്? മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ എന്തില്ല?
ഇന്റർമീഡിയറ്റ് ഇല്ല. ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ട്, SN2ലാണ് ഇന്റർമീഡിയറ്റ് ഇല്ലാത്തത്. ഇവിടെ ഒരു കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ഇല്ലടാ, ഉണ്ട്. അതായത് ഇന്റർമീഡിയറ്റ് ഈസ് പ്രസന്റ്. മക്കളെ ഇങ്ങനെ തന്നെ എഴുതിയെടുക്കണം. ഇമ്പോർട്ടൻ്റ്, ഇന്റർമീഡിയറ്റ് ഇവിടെ പ്രസന്റ് ആണ്. ഇനി നാലാമത്തെ പോയിന്റ്, മോളിക്കുലാരിറ്റി. എന്താ മോളിക്കുലാരിറ്റി 1 ആണ്. അതാണ് SN1 എന്ന് പറയുന്നത്. മോളിക്കുലാരിറ്റി 1. ഓർഡർ ആണെങ്കിലോ ഓർഡറും 1 തന്നെയാണ്. ഇനി മക്കളെ ഇവിടെ റെസിമൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവേർഷനും നടക്കുന്നുണ്ട്, റീടെൻഷനും നടക്കുന്നുണ്ട്. രണ്ട് രൂപത്തിൽ നിൽക്കുന്ന പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. നേരെ നിൽക്കുന്ന പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്, തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. ഇനി മക്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആറാമത്തത് SN1ന്റെ റിയാക്ടിവിറ്റി ഓർഡർ. SN1ന്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ tertiary greater than secondary greater than primary. This is very important. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. കൃത്യമായി പഠിക്കണം. SN1ന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് എഴുതാം. എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ എഴുതാം. SN1ഉം SN2 തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ SN1ന്റെ കോളത്തിൽ ഈ 5 പോയിന്റുകൾ അല്ലെങ്കിൽ 6 പോയിന്റുകൾ എഴുതാം. ഓക്കെ ആണല്ലോടാ. ഇതേപോലെ നമ്മൾ എന്ത് പഠിക്കണം? SN2 പഠിക്കണം. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റാ. നെയ്മഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേ ഇമ്പോർട്ടൻസ് SN1നും SN2നും ഉണ്ട്. അപ്പൊ SN2യിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറയാം മക്കളെ. നോക്കൂ, ക്ലോറിൻ, ഈ കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻ ആണുള്ളത്. ഓക്കെ, ഇതിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ Cl- സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ വരും. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ആ കാർബണിന്റെ കയ്യിൽ ഓൾറെഡി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബണിന് ഈ ക്ലോറിനുമായിട്ടൊരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഈ കാർബണിന് ഈ പുതിയ ന്യൂക്ലിയോഫൈൽ OH- ബോണ്ട് ഇല്ല. എന്നാൽ ആ ബോണ്ട് മെയ്ക്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാനിപ്പോൾ വരച്ചത് ഒരു ഇന്റർമീഡിയറ്റ് ഒന്നുമല്ല. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ കാർബോകാറ്റയോണോ കാർബാനിയോണോ ഒക്കെ ആവണം. ഇത് കാർബോകാറ്റയോണോ കാർബാനിയോണോ ഒന്നും അല്ല. പക്ഷേ ബോണ്ട് ബ്രേക്കിങ്ങും മെയ്ക്കിങ്ങും ഒരുമിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാണിക്കാനാണ് ഇത് ഞാൻ വരച്ചിട്ടുള്ളത്. കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ബോണ്ട് കംപ്ലീറ്റ് ബ്രേക്ക് ആവും, ഈ ബോണ്ട് കംപ്ലീറ്റ് മെയ്ക്ക് ആവും. അപ്പോൾ OH-ഉമായിട്ടുള്ള ബോണ്ട് കംപ്ലീറ്റ് എന്തായി? മെയ്ക്കായി. ക്ലോറിനുമായിട്ടുള്ള ബോണ്ട് കംപ്ലീറ്റ് ബ്രേക്ക് ആയാൽ അത് Cl- ആയിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് ഒരു SN2 റിയാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി മക്കളെ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോയാൽ ഇത് 2 സ്റ്റെപ്പിൽ നടക്കുന്നതല്ല, ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസമാണ്. മക്കളെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ബ്രേക്കിങ്ങും മേക്കിങ്ങും ഒരുമിച്ചാണ് നടക്കുന്നത്. എന്താണ്? ബോണ്ട് ബ്രേക്കിംഗ്. എന്താ മക്കളെ? ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ്. ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് takes place simultaneously. ഇനി മക്കളെ മൂന്നാമത്തത് ഇവിടെ എന്തില്ല? ഇന്റർമീഡിയറ്റ് ഇല്ല. ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ടോ? അവിടെ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ അത് ഇല്ല. ഇനി മക്കളെ നാലാമത്തെ കാര്യം എന്താ? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മോളിക്കുലാരിറ്റി എന്താ? ബൈമോളിക്കുലാർ. അതാണല്ലോ SN2. അപ്പൊ ഇത് മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 2. ഓർഡർ എന്താ? അതും 2 തന്നെയാണ്. ഓക്കെ, ഇനി മക്കളെ അഞ്ചാമത്തെ പോയിന്റ്, ഇവിടെ ഇൻവേർഷനും റീടെൻഷനും രണ്ടും നടക്കുന്നില്ല, ഒന്നേ നടക്കുന്നുള്ളൂ. എന്താ? ഇവിടെ നോക്ക്, റൈറ്റിലല്ലേ ന്യൂക്ലിയോഫൈല്, ലെഫ്റ്റിലല്ലേ H. അത് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ലെഫ്റ്റിലുള്ള H റൈറ്റിലുണ്ടായിരുന്ന ന്യൂക്ലിയോഫൈലിന് പകരം പുതിയ ന്യൂക്ലിയോഫൈല് ലെഫ്റ്റിലേക്കാ വന്നത്. സോ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇൻവേർഷൻ ആണ് നടക്കുന്നത്. ഇൻവേർഷൻ ടേക്സ് പ്ലേസ്. ഇനി മക്കളെ ആറാമത്തെ ഒരു കാര്യം, അതെന്താ? അത് റിയാക്ടിവിറ്റിയുടെ കാര്യമാണ്. അത് SN1ന്റെ നേരെ ഓപ്പോസിറ്റാ.
പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ SN2-ന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, SN2-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാ, വെരി വെരി ഇമ്പോർട്ടൻ്റാ. നിർബന്ധമായും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. റെഡിയാണല്ലോടാ? SN1, SN2 എക്സാമ്പിൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫറൻസ് ഒക്കെ എന്ത് ചെയ്യണം, വളരെ ക്ലിയർ കട്ടായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. മാർക്കോണിക്കോസ് അഡിഷൻ റൂള്, ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂള്, ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം. റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പരിപാടി എന്താ നിങ്ങൾക്കറിയാം. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഇതാരാ? ഇത് പ്രൊപ്പീനാണ് മക്കളെ. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സീരീസോടുകൂടെ ഇത് കൃത്യമായി പഠിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറിയുന്നവർക്ക് റിവിഷൻ ആയിട്ട് എടുക്കാം. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മൾ HX ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. എന്താ മാർക്കോണി പറയുന്നത്? HX-ലുള്ള H+ അഥവാ പോസിറ്റീവ് പാർട്ട് കൂടുതൽ ഹൈഡ്രജനുള്ള കാർബണിലേക്കും നെഗറ്റീവ് പാർട്ട് കുറവ് ഹൈഡ്രജനുള്ള കാർബണിലേക്കുമാണ് പോവുക എന്നാണ് മാർക്കോണി പറയുന്നത്. അപ്പൊ എന്താണ് മേജർ പ്രോഡക്റ്റ് വരിക? CH3. ഈ CH-ലേക്ക് Cl വന്നു, ഈ CH2-ലേക്ക് H വന്നു. അപ്പൊ അത് CH2 എന്നുള്ളത് CH3 ആയി, ഡബിൾ സിംഗിൾ ആയി. അഥവാ 2-chloro പ്രൊപ്പൈൻ ആണ് ഏത് പ്രോഡക്റ്റ്? മേജർ പ്രോഡക്റ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് H+ കുറവ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്കും Cl- കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്കും പോകുന്ന ഒരു പ്രോഡക്റ്റ് 1-chloro-propane ഉണ്ടാവും. പക്ഷെ അത് മൈനർ ആയിരിക്കും. എക്സാമിന് ചോദിക്കും പ്രൊപ്പീനിലേക്ക് HCl ആഡ് ചെയ്തപ്പോൾ 2-chloro-propane എന്തുകൊണ്ട് മേജർ ആയി? കാരണം അവിടെ നമ്മൾ ഫോളോ ചെയ്ത റൂൾ ഏതാ? മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ ആണ്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. H+ കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക്, X- കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക്. ഡെഫിനിഷൻ അറിയാത്തവർക്ക് ഇത് എഴുതി വെക്കാവുന്നതുമാണ്. സിമ്പിൾ അല്ലേടാ? ഇനി എപ്പോഴാ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ അപ്ലൈ ചെയ്യുക? നോക്കൂ നിങ്ങൾ, ഇതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്കുക. എന്താ അൺസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ? ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലും സെയിം ഗ്രൂപ്പ് അല്ല. ഇതൊരു ഗ്രൂപ്പ്, ഇത് മറ്റൊരു ഗ്രൂപ്പ്, അതാണ് അൺസിമെട്രിക്കൽ. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക്, ഇത് പ്രൊപ്പീൻ തന്നെയാണ്, നമ്മൾ HBr ആഡ് ചെയ്യണം. HCl, HI, HF ഒന്നും പോരാ, HBr തന്നെ ആഡ് ചെയ്യണം. അതെന്തിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യണം? ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യണം. മക്കളെ, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBr ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്താന്ന് ചോദിച്ചാൽ മാർക്കോണിയുടെ നേരെ ഓപ്പോസിറ്റ്. എന്താ മക്കളെ മാർക്കോണി പറഞ്ഞിരുന്നത്? H+ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് പോകുന്നല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് H+ കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോവും. Br- കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോവും. മാർക്കോണിയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്താ മക്കളെ പ്രോഡക്റ്റ് വരിക? CH3. CH-ലേക്ക് H വന്നാൽ CH2, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. CH2-ലേക്ക് Br വന്നാൽ CH2Br. സോ 1-bromo പ്രൊപ്പൈൻ ആണ് അവിടെ ഉണ്ടാവുന്ന മേജർ പ്രോഡക്റ്റ്. ഓപ്പോസിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വളരെ മൈനറാ. മേജറിനാണ് ഓർഗാനിക്കിൽ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, HBr ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുക. അവിടെ പെറോക്സൈഡ് ഇല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കൂ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്. അതേപോലെ കറാഷ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്. പെറോക്സൈഡ് എഫക്റ്റ് അഥവാ കറാഷ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മക്കളെ നിങ്ങളോട് ചോദിച്ചാൽ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരമുള്ള ഈ റിയാക്ഷൻ ആണ് മക്കൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ SN1 പോലെ SN2 പോലെ മാർക്കോണിക്കോസ് അഡിഷൻ റൂളും ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂളും മക്കൾ പഠിക്കണം. അത് വെച്ചുള്ള റിയാക്ഷൻ മനസ്സിലാക്കണം. ഇതിനെ പെറോക്സൈഡ് എഫക്റ്റ് അഥവാ കറാഷ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്.
എന്ന കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്തത് മക്കളെ, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ അഥവാ ഡീഹൈഡ്രോ ഹാലോജനേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഒരു ഒരു എന്തെടുക്കാം, ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം. മക്കളെ, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഈ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുന്നു. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുന്നു. മക്കളെ, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആൽഫ ഹൈഡ്രജനിൽ നിന്ന് ഹാലോജൻ എലിമിനേറ്റ് ചെയ്തു പോവും. ആരാടാ ആൽഫ? ഫംഗ്ഷൻ ലൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ, ആൽഫയുടെ തൊട്ടടുത്തുള്ളത് ബീറ്റ. അപ്പൊ ഇതും ബീറ്റയാണ്, ഇതും ബീറ്റയാ. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഫ കാർബണിന് ഹാലോജനും ബീറ്റ കാർബണിന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എലിമിനേഷൻ റിയാക്ഷൻ അഥവാ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ, അഥവാ ഇതിനെ നമ്മൾ ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്നും പറയാറുണ്ട്. ഡീഹൈഡ്രോ എന്താണ്? ഹാലോജനേഷൻ. ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയാനുള്ള കാര്യം എന്താ? ആൽഫ കാർബണിന് ഹാലോജനും ബീറ്റന്ന് ഹൈഡ്രജനും പോകുന്നുണ്ട്, ഹൈഡ്രജനും ഹാലോജനും പോകുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഇതിനെ ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയുന്നത്. മറക്കരുത് മക്കളെ അത്. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ആൽഫന്ന് ഹാലോജൻ പോകുന്ന പറഞ്ഞാൽ ബ്രോമിൻ പോവും, ബീറ്റന്ന് ഹൈഡ്രജൻ പോവാന്ന് പറഞ്ഞാൽ 2 ബീറ്റ അല്ലേ, ഏത് ബീറ്റന്ന് ഹൈഡ്രജൻ പോവാ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2 ബീറ്റ ഉണ്ട്, ഏത് ബീറ്റ എന്ന ഹൈഡ്രജൻ പോവാ? മക്കളെ, 2 ബീറ്റ വന്നാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളിന്റെ പേര് സെയ്റ്റ്സഫ് റൂൾ എന്നാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. റൂള് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്? എലിമിനേഷൻ റിയാക്ഷനിൽ മേജർ ആയിട്ട് വരുന്ന ആൽക്കീൻ ആരായിരിക്കും? കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത ആൽക്കീൻ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. നമുക്ക് പറയാം. നോക്കൂ, നിങ്ങൾ നോക്കൂ, ഈ ബീറ്റ എന്നാണ് എച്ച് പോയത് എന്ന് വിചാരിക്കുക. ഇവിടുന്ന് എച്ചും ഇവിടുന്ന് BR-ഉം. അപ്പൊ ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് വരും. രണ്ടും നോക്കാം നമുക്ക്. അപ്പൊ CH3 എന്നുള്ളത് CH2 ആവും, ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഓക്കെ, ഇയാളെ പേര് ബ്യൂട്ട്1ഈൻ അഥവാ ബ്യൂട്ടീൻ പ്ലസ്. ഇനി ഇവിടെ നിന്നാണ് എച്ച് പോകുന്നതെങ്കിൽ ഈ കാർബണിന്റെയും ഈ കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരും. അപ്പൊ CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതിനെ നമുക്ക് ബ്യൂട്ട്2ഈൻ എന്ന് വിളിക്കാം. എന്താണ് മക്കളെ വിളിക്കാൻ പറ്റുക? ബ്യൂട്ട്2ഈൻ. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താ? ഡബിൾ ബോണ്ടഡ് കാർബൺ നോക്കി, ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ കാർബണിന്റെ കൂടെ ലെഫ്റ്റിൽ ആൽക്കൈൽ ലൂപ്പ് ഉണ്ടോ? ഇല്ല. ഇതിന്റെ കൂടെ റൈറ്റിൽ ഒരു ആൽക്കൈൽ ലൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിവിടെ ടോട്ടൽ ഉള്ള ആൽക്കൈൽ ലൂപ്പ് ഏതാ? ഒരു ആൽക്കൈൽ ലൂപ്പാണ് ഡബിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത്. എന്നാൽ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ ഇവിടെ ഒരു ആൽക്കൈൽ ഉണ്ട്, ഈ ഡബിൾ ബോണ്ട് കൂടെ ഇവിടെ ഒരു ആൽക്കൈൽ ഉണ്ട്. ടോട്ടൽ എത്ര ആൽക്കൈൽ ലൂപ്പ് ഉണ്ട്? 2 ആൽക്കൈൽ ലൂപ്പാണ് എന്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നതെന്ന് വെച്ചാൽ, ഏത് ആൽക്കീനിലാണോ ഡബിൾ ബോണ്ടഡ് കാർബണിൽ കൂടുതൽ ആൽക്കൈൽ ലൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതാണ് മേജർ പ്രൊഡക്റ്റ്. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്യൂട്ട്2ഈൻ ആണ് ഇവിടെ മേജർ ആയിട്ട് വരിക. ഇത് മാത്രം എഴുതിയാലും ഓക്കെ ആണ്, ഇത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് മൈനർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ ഡീഹൈഡ്രോ ഹാലോജനേഷൻ, ബീറ്റ എലിമിനേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇത് കൃത്യമായി പഠിക്കണം. ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ് എന്ത്? സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മക്കളെ, വൂഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനും 3 പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷനാ. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താ വൂഡ്സ് റിയാക്ഷൻ? 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. 2 ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, അതിനെ 2 സോഡിയം മെറ്റലുമായി ട്രീറ്റ് ചെയ്യുക. എങ്ങനെ? ഡ്രൈ ഈത്തർ മീഡിയത്തില്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ 2 CH3Cl എടുത്തുകൊണ്ട് 2 CH3 ഇല്ലേ, ആ 2 CH3കള്
പരസ്പരം ജോയിൻ ചെയ്തിട്ട് ഈത്തൈൻ ഉണ്ടാവും. എന്നിട്ടോ ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, 2 സോഡിയം ഉണ്ട്. അത് കമ്പൈൻ ചെയ്താൽ 2 സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഡിഫൈൻ ചെയ്യുമ്പോൾ 2 എന്നൊന്നും പറയണ്ട. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കൈന് കിട്ടും, ഹൈഡ്രോ കാർബൺ കിട്ടും. ഈ റിയാക്ഷന്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. വളരെ ക്ലിയർ കട്ടായിട്ട് മക്കളെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി ഫിറ്റിക് റിയാക്ഷൻ എന്താ? ഇതേ പരിപാടി തന്നെ, പക്ഷെ ആൽക്കൈൽ ഹാലൈഡിന് പകരം ഹാലോ അറീൻ എടുക്കണമെന്നേ ഉള്ളൂ. 2 ഹാലോ അറീൻ എടുത്തു. ഇതിനെ നമ്മൾ 2 സോഡിയം മെറ്റലുമായി എങ്ങനെ തന്നെ ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ മക്കളെ സംഭവിക്കുക? നേരത്തെ സംഭവിച്ച പോലെ തന്നെ, നേരത്തെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്തില്ലേ, ഇവിടെ പകരം 2 ബെൻസീൻ റിംഗ് ജോയിൻ ചെയ്യും. പ്ലസ് എന്താ? 2 NaCl. ഇതെന്താ? ഇതിനെ നമ്മൾ ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്നാ പറയുക. അപ്പൊ 2 ഹാലോ അറീനെ സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്ത് ബൈഫിനൈൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആ ഫിറ്റിക് റിയാക്ഷൻ. ഇനി വുഡ്സിന്റെയും ഫിറ്റിക്കിന്റെയും മിക്സർ ഓർമ്മയില്ലേടാ? ദാറ്റ് ഈസ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്താ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ? ഒരു ആൽക്കൈൽ ഹാലൈഡ്, അതേപോലെ തന്നെ ഒരു ഹാലോ അറീന്. നോക്കൂ, നിങ്ങൾ ഒരു ഹാലോ ആൽക്കൈൻ എടുത്തിട്ടുണ്ട്, ഒരു ഹാലോ അറീൻ എടുത്തിട്ടുണ്ട്, സോഡിയം മെറ്റൽ എടുത്തിട്ടുണ്ട്. ഏതാ മീഡിയം? ഡ്രൈ ഈത്തർ മീഡിയം. അപ്പൊ എന്താണ് മക്കളെ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, ഈ ബെൻസീനിലേക്ക് ആൽക്കൈൽ ലൂപ്പ് വരും. ബെൻസീനിലേക്ക് ആൽക്കൈൽ ലൂപ്പ് വന്നാൽ ആൽക്കൈൽ ബെൻസീൻ, 2 സോഡിയം 2 ക്ലോറിനും കമ്പൈൻ ചെയ്ത് 2 സോഡിയം ക്ലോറൈഡ് അല്ലേ? ഇത് ആൽക്കൈൽ മീത്തൈൽ ബെൻസീൻ ആണ്. അതിനെ നമ്മൾ ടൊളുവിനെന്നും പറയാറുണ്ട്. മീത്തൈൽ ബെൻസീനെ കോമൺ ആയിട്ട് ടൊളുവിനെന്ന് പറയാറുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ മക്കളെ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷനും വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനൊക്കെ ഒരേ പാറ്റേണിൽ വരുന്നതാണ്. കൃത്യമായി പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയാത്തവർ എഴുതി വെക്കുക, അറിയുന്നവർ അതിങ്ങനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഇനി മക്കളെ, എസ്റ്ററിഫിക്കേഷൻ. ആൽക്കഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ, ആസിഡിലേക്ക് പോയി കഴിഞ്ഞാൽ 2 സ്ഥലത്തും കാണുന്നതാണ് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സാ. എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കുക, CH3 COOH. ഇയാളെ പേര് എത്തനോയിക് ആസിഡ് എന്നാണ്, അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന. ഇതിനെ നമ്മൾ ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്യുക. മക്കളെ, നമ്മൾ ചെയ്യാറുള്ളത് ആസിഡിന്റെ കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസില. എന്താ സംഭവിക്കാന്നറിയോ? ഇവിടുന്ന് OHും ഇവിടുന്ന് Hും കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവും. എന്നിട്ടോ മക്കളെ ശ്രദ്ധിക്കും, ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ CH3 CO, ഇവിടെ OC2H5. ഇതാരാ? ഇയാളെ വിളിക്കുന്ന പേര് ഈത്തൈൽ അസറ്റേറ്റ് എന്നാണ്. ഈത്തൈൽ അസറ്റേറ്റ് ആരാടാ? ഈത്തൈൽ അസറ്റേറ്റ് ഒരു എസ്റ്റർ ആണ്. ഇങ്ങനെ എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എസ്റ്ററിഫിക്കേഷൻ. അതായത് കാർബോക്സിലിക് ആസിഡിന് ആൽക്കഹോളുമായിട്ട് ആസിഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഇത് കൃത്യമായി പഠിച്ചു വെക്കണേ മക്കളെ, എഴുതി വെക്കണം. എൻ്റെ കൂടെ എഴുതി വെക്കണം നിങ്ങൾ. അടുത്തത് എന്താണ്? അസിഡിക് ഡീഹൈഡ്രേഷൻ. ഇത് ചെറിയൊരു പരിപാടിയാ. നിങ്ങളൊരു ആൽക്കഹോൾ എടുക്കുക. ആ ആൽക്കഹോളിനെ, ഇത് എത്തനോൾ ആണ് ഞാൻ എടുത്തത്, ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ഈ ആൽക്കഹോളിനെ നിങ്ങളൊരു എന്താ പറയാ, പ്രോട്ടിക് ആസിഡിന്റെ പ്രസൻസിൽ, ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേറ്റഡ് H2SO4, പ്രോട്ടോൺ കൊടുക്കുന്ന ഒരു ആസിഡ്, അതാണ് പ്രോട്ടിക് ആസിഡ്. അതിന്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുക. 443 കെൽവിനിൽ ചൂടാക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഇത് ആൽഫയും ഇത് ബീറ്റയും അല്ലേ? ആൽഫ കാർബൺ OHും ബീറ്റ കാർബൺ Hും കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവും. എന്നിട്ട് അവിടെ ആൽക്കീന് ഫോം ചെയ്യും. CH3 CH2 ആവും, സിംഗിൾ ഡബിൾ ആവും. ഇവിടെ CH2, ഒരു ആൽക്കീൻ ഉണ്ടായി. എത്തീനാണ് ഇവിടെ ഉണ്ടായത്. പ്ലസ് എന്താടാ? വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. വാട്ടർ പുറത്തേക്ക് പോകുന്നത് കൊണ്ട്
ഇതൊരു ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് എന്ന് പറയാറുണ്ട്. എന്ത് റിയാക്ഷൻ ആണ്? ഡീഹൈഡ്രേഷൻ റിയാക്ഷന്. എന്ത് റിയാക്ഷൻ ആടാ? ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. ഇവിടെ നിങ്ങൾ പ്രൈമറി ആൽക്കഹോൾ അല്ലേ എടുത്തേ, സെക്കൻഡറി ആൽക്കഹോൾ എടുക്കുന്ന സമയത്ത് ഇത്ര കോൺസെൻട്രേഷൻ വേണമെന്നില്ല, ഇത്ര ടെമ്പറേച്ചറും വേണമെന്നില്ല. ടെർഷ്യറി എടുക്കുമ്പോൾ അത്രയും കോൺസെൻട്രേഷനും അത്രയും ടെമ്പറേച്ചറും വേണമെന്നില്ല. പക്ഷേ പ്രോഡക്റ്റ് വാട്ടർ പുറത്തേക്ക് പോയിട്ട് എന്തുണ്ടാവുന്നത് തന്നെയാണ്? ആൽക്കീൻ ഉണ്ടാവുന്നത് തന്നെയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലെങ്കിലും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതാണ് പറയാനുള്ളത്. അടുത്തത് മക്കളെ, ലുക്കാസ് ടെസ്റ്റ്. നമ്മുടെ ആൽക്കഹോളിന്റെ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടെസ്റ്റ് ആണ് ലുക്കാസ് ടെസ്റ്റ്. എന്തിനാ ലുക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കുക? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് നമ്മൾ ലുക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കുക. മക്കളെ, ലുക്കാസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട റിയേജന്റിന്റെ പേരെന്താടാ? അത് ലുക്കാസ് റിയേജന്റ് ആണ്. അറിയണേടാ, ലുക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും അതേപോലെ അൺഹൈഡ്രസ് ആയിട്ടുള്ള സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സറാണ്. എങ്ങനെ ലുക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ലുക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സറാ. അത് മറക്കരുത്, അത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മക്കൾ ഒന്ന് ശ്രദ്ധിക്കടാ, ഒന്ന് ശ്രദ്ധിക്ക്. എങ്ങനെയാ ലുക്കാസ് ടെസ്റ്റ് വഴി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക? സിമ്പിൾ ആയി പറഞ്ഞാൽ നിങ്ങളുടെ ആൽക്കഹോള് ടെർഷ്യറി ആൽക്കഹോൾ ആണ് എന്ന് വിചാരിക്കുക. മക്കളെ, ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ അതിനെ ലുക്കാസ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി കിട്ടും. ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി കിട്ടും. ഇനി മക്കളെ, ടെർഷ്യറിക്ക് പകരം സെക്കൻഡറി ആൽക്കഹോൾ ആണ് എടുത്തതെങ്കിൽ അവിടെ നമുക്ക് ടർബിഡിറ്റി കിട്ടും. എപ്പോഴാ കിട്ടുക? വിത്തിൻ 5 മിനിറ്റ്സ് ആണ്. വിത്തിൻ 5 മിനിറ്റ്സ് ആണ് ടർബിഡിറ്റി കിട്ടുക. ഇനി മക്കളെ, പ്രൈമറി ആൽക്കഹോളിനെ ലുക്കാസ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷനിൽ അവിടെ റിയാക്ഷൻ തന്നെ നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ലുക്കാസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. തന്നിരിക്കുന്ന ആൽക്കഹോളിലേക്ക് റിയാക്ഷൻ ആഡ് ചെയ്തു, ലുക്കാസ് റിയേജന്റ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ആഡ് ചെയ്തു. അപ്പൊ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി കിട്ടിയാൽ ടെർഷ്യറി, വിത്തിൻ 5 മിനിറ്റ്സ് കിട്ടിയാലോ അത് എന്താ? സെക്കൻഡറി. റിയാക്ഷനേ നടക്കുന്നില്ലെങ്കിലോ പ്രൈമറി. ഇതാണ് ലുക്കാസ് ടെസ്റ്റ്. ലുക്കാസ് റിയേജന്റ് പഠിക്കണം. ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നെയ്മഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആളുകളാണ് ഇത്. ഓക്കെ, അടുത്തത് കോൾബ്സ് റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ്. എന്താ മക്കളെ കോൾബ്സ് റിയാക്ഷൻ? ആദ്യം നിങ്ങൾ സോഡിയം ഫിനോക്സൈഡ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫിനോളിനെ NaOH-മായി ട്രീറ്റ് ചെയ്താൽ സോഡിയം ഫിനോക്സൈഡ് കിട്ടും. അത് ഞാൻ ആദ്യം അങ്ങ് എടുത്തു. ആ സോഡിയം ഫിനോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് 400 കെൽവിനിലും 4 to 7 atm പ്രഷറിലും ട്രീറ്റ് ചെയ്താൽ സാലിസിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് കിട്ടും. എന്താ മക്കളെ കിട്ടുക? സാലിസിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് കിട്ടും. ആ സാലിസിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ടിനെ നമ്മൾ ആസിഡിഫൈ ചെയ്യുക, അഥവാ ഒരു ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ NaCl പുറത്തേക്ക് പോവും, H മുകളിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? അപ്പൊ ബെൻസീനിന്റെ മുകളിൽ OH ഉണ്ട്, തൊട്ടടുത്ത പൊസിഷനിൽ ആസിഡ് ഉണ്ട്. ഇയാളെ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. ഏത് ആസിഡാടാ? സാലിസിലിക് ആസിഡ്. 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. ഓക്കെ, സാലിസിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് കോൾബ്സ് റിയാക്ഷനിൽ നടക്കുന്നത്. വളരെ ക്ലിയർ കട്ടായിട്ട് അടിപൊളിയായിട്ട് മക്കളെ നിങ്ങൾ പഠിക്കണം. ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് റീമർ-ടീമാൻ റിയാക്ഷൻ. ഇതേപോലെയുള്ള ഒരു പരിപാടിയാ. എന്താണ് റീമർ-ടീമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ആദ്യം തന്നെ നമ്മൾ ഫീനോൾ ആണ് എടുക്കേണ്ടത്. എന്താ മക്കളെ എടുക്കണ്ടേ? ഫിനോൾ. ആ ഫിനോളിനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടേ? ആ ഫിനോളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്
ക്ലോറോഫോം CHCl3. നമ്മൾ ആൽക്കലിയുടെ പ്രസൻസിൽ 340 കെൽവിനിലാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? നേരത്തെ സാലിസിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് ഉണ്ടായില്ലേ, അതേപോലെ തന്നെ ഇവിടെ സാലിസിലാൽഡിഹൈഡിന്റെ സോഡിയം സാൾട്ട് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? സാലിസിലാൽഡിഹൈഡിന്റെ സോഡിയം സാൾട്ട് ഉണ്ടാവും. അതിനെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആസിഡിഫൈ ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? NaCl പുറത്തു പോവും, H മുകളിലേക്ക് വരും. അപ്പൊ എന്താടാ സംഭവിക്കുക? വളരെ സിമ്പിളായ കാര്യമല്ലേ, വളരെ സിമ്പിളായ കാര്യമല്ലേടാ. ഇവിടെ OH വന്നു, ഇവിടെ CHO വന്നു. ഇതിനെയാണ് 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അഥവാ സാലിസിലാൽഡിഹൈഡ് എന്ന് പറയാം. സാലിസിലാൽഡിഹൈഡ് എന്ന് പറയാ. എന്താണ് മക്കളെ പറയാ? സാലിസിലാൽഡിഹൈഡ് എന്നാണ് പറയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി പഠിക്കേണ്ടതാണ്, നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഫിനോളിനെ ക്ലോറോഫോമും ആൽക്കലിയുമായി 340 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാലിസിലാൽഡിഹൈഡിന്റെ സോഡിയം സാൾട്ട് കിട്ടും. അതിനെ അസിഡിഫൈ ചെയ്താൽ സാലിസിലാൽഡിഹൈഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? സാലിസിലാൽഡിഹൈഡ് ആയിട്ട് മാറും. ഇതും റീമർ-ടീമാൻ റിയാക്ഷൻ. റീമർ-ടീമാനും കോൾബും ഒക്കെ മാറി മാറി ചോദിക്കുന്നതാണ്, പഠിക്കാതെ പോവരുത്. അടുത്തത് മക്കളെ വില്യംസൺ സിന്തസിസ്, അതായത് ഈത്തറിന്റെ പ്രിപ്പറേഷന് നമ്മൾ ഉപയോഗിക്കുന്ന വില്യംസൺ സിന്തസിസ് മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷനാ. എന്താ പരിപാടി? നമ്മൾ ആദ്യം തന്നെ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ ഈ സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് പുറത്തു പോവും. എന്നിട്ടോടാ ഇവിടെ ആരുണ്ട്? CH3O ഉണ്ട്. ആ CH3 ഇങ്ങോട്ട് വന്നാൽ ഇത് മെത്തോക്സിമീഥെയ്ൻ എന്ന് പറയുന്ന ഈത്തറായിട്ട് മാറും. ഇത് സിമെട്രിക്കല. ഇവിടെ വില്യംസൺ സിന്തസിസിലൂടെ സിമെട്രിക്കൽ ഈത്തറും അൺസിമെട്രിക്കൽ ഈത്തറും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോവരുത്, വളരെ 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 ഇമ്പോർട്ടൻ്റാ. വില്യംസൺ സിന്തസിസ് ഫോളോ ചെയ്യുന്നത് SN2 മെക്കാനിസമാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. SN2 മെക്കാനിസമാണ്. അതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡ് ഷുഡ് ബി പ്രൈമറി. ആൽക്കൈൽ ഹാലൈഡ് നിർബന്ധമായും പ്രൈമറി ആവണം. സെക്കൻഡറിയും തെർഷറിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈത്തർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ സെക്കൻഡറിയും തെർഷറിയും ഒക്കെ ആൽക്കോക്സൈഡിന്റെ ഭാഗത്താണ് ഉപയോഗിക്കേണ്ടത്. ബെൻസീൻ അടങ്ങിയ ഈത്തർ ഉണ്ടാക്കാം, ബെൻസീന് ആൽക്കോക്സൈഡിന്റെ ഭാഗത്താണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൽക്കൈൽ ഹാലൈഡ് തീർച്ചയായും പ്രൈമറി ആയിരിക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് ലൈവിലൊക്കെ വീണ്ടും പറയാം. പക്ഷേ വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്ത് ഈത്തർ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക മക്കളെ, വളരെ പ്രധാനപ്പെട്ടതാ കേട്ടോ. യെസ്, അടുത്തത് റോസൻമൺ റിഡക്ഷൻ. റോസൻമൺ റിഡക്ഷൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനിൽ വരുന്നതാ. എന്താ മക്കളെ റോസൻമൺ റിഡക്ഷൻ? നോക്കൂ, ആദ്യം തന്നെ ഒരു അമൈഡ് നിങ്ങൾ എടുക്കുക. എന്താ അമൈഡ് എന്ന് പറഞ്ഞാൽ? അമൈഡ് അല്ല, ആസിഡ് ക്ലോറൈഡ് എടുക്കുക. COCl ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതാണ് ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റിഡക്ഷൻ നടത്തുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാ റിഡക്ഷൻ. എന്തിന്റെ പ്രസൻസിലാ ചെയ്യേണ്ടത്? പലേഡിയം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. പലേഡിയം കാറ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരാ ഉള്ളത്? ബേരിയം സൾഫേറ്റ് ആണുള്ളത്. ആരാടാ ഉള്ളേ? ബേരിയം സൾഫേറ്റ്. അപ്പൊ മറക്കരുത്, ഒരു ആസിഡ് ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തുന്നു. ആ കാറ്റലിസ്റ്റ് പലേഡിയം ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബേരിയം സൾഫേറ്റ് ആണുള്ളത്. ഇവിടെ ഉള്ള ഒരു ക്ലോറിൻ ഇവിടെ ഉള്ള ഒരു ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോവും. ഇവിടെയുള്ള H കാർബണിന്റെ അടുത്തേക്ക് വരും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3COH ആണ്, അഥവാ CH3CHO. ഇത് അസറ്റാൽഡിഹൈഡ് ആണ് അഥവാ എത്തനാൾ ആണ്. HCl ആണ് പുറത്തേക്ക് പോയത്. ഇങ്ങനെ നമ്മൾ പലേഡിയം കാറ്റലിസ്റ്റ് സപ്പോർട്ടഡ് ബൈ ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ ആസിഡ് ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തി ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് റോസൻമൺ റിഡക്ഷൻ. ഒരുപാട് തവണ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റോസൻമൺ റിഡക്ഷൻ. മറക്കരുത് മക്കളെ, മറക്കരുത്. ഇനി ആൽഡിഹൈഡിന്റെ തന്നെ മറ്റൊരു പ്രിപ്പറേഷൻ ആണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. എന്താ സ്റ്റീഫൻസ് റിഡക്ഷൻ? ഒരു സയനൈഡ് നിങ്ങൾ എടുക്കുക. മക്കൾ നോക്കടാ, ഇതൊരു സയനൈഡ് ആണ്.
ഈ സയനൈഡിനെ നമ്മൾ റിഡക്ഷൻ നടത്തുക അഥവാ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിന്റെ പ്രസൻസിൽ? സ്റ്റാനസ് ക്ലോറൈഡിന്റെയും HCl-ന്റെയും പ്രസൻസിൽ. സ്റ്റാനസ് ക്ലോറൈഡിന്റെയും HCl-ന്റെയും പ്രസൻസിൽ. അപ്പൊ ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്ക്, ഒരു ഹൈഡ്രജൻ ഈ നൈട്രജനിലേക്ക്. അപ്പൊ മക്കളെ എന്താ സംഭവിക്കുക? CH3 ഇവിടെ വരും. ഇവിടെ CH ഡബിൾ ബോണ്ട് NH. എന്താ ഇതിനെ പറയാന്നറിയോ? ഇതിനെയാണ് ഇമൈൻ എന്ന് പറയുക. മക്കളെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമൈൻ. എന്താണ് ഇമൈൻ? ഇമൈനിനെ നിങ്ങൾ ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ എത്ര കാർബൺ ആണോ ഉള്ളത് അത്ര തന്നെ കാർബൺ ഉള്ള ആൽഡിഹൈഡ് ഉണ്ടാവും, അഥവാ CH3CHO അസറ്റാൽഡിഹൈഡ് അഥവാ എത്തനാൾ അവിടെ ഫോം ചെയ്യും. എത്തനാൾ അവിടെ ഫോം ചെയ്യും, മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സയനൈഡിനെ സ്റ്റാനസ് ക്ലോറൈഡിന്റെയും HCl-ന്റെയും പ്രസൻസിൽ റിഡക്ഷൻ നടത്തുക, ഇമൈൻ ഉണ്ടാക്കും. അതിന് ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റീഫൻസ് റിയാക്ഷൻ. ഓക്കെ, ഓർത്തു വെക്കുക. അടുത്തത് മക്കളെ ഇറ്റാഡ് റിയാക്ഷനാ. ഇറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൊളുവിനാണ് എടുക്കേണ്ടത്. ആ ടൊളുവിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിന്റെ പ്രസൻസിലാടാ ഓക്സിഡൈസ് ചെയ്യുന്നത്? ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2. പേര് പഠിക്കണേ, CrO2Cl2നെയാണ് ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറയുക. ക്രോമൈൽ ക്ലോറൈഡ്. അപ്പൊ ക്രോമൈൽ ക്ലോറൈഡ് ഇൻ കാർബൺ ഡൈസൾഫൈഡ് ഫോളോഡ് ബൈ എന്താടാ? ഹൈഡ്രോളിസിസ്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ആ ടൊളുവിൻ ഓക്സിഡൈസ് ചെയ്തിട്ട് ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇറ്റാഡ് റിയാക്ഷൻ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച നെയ്മഡ് റിയാക്ഷൻ ആണ് ഇറ്റാഡ് റിയാക്ഷൻ. ടൊളുവിനെ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്ത് കറസ്പോണ്ടിങ് ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്? ഇറ്റാഡ് റിയാക്ഷൻ. മക്കളെ മറക്കല്ലേ, ഇറ്റാഡ് റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഈ ക്രോമൈൽ ക്ലോറൈഡിന്റെ ഫോർമുല CrO2Cl2 ആണെന്നുള്ള കാര്യവും ഓർത്തു വെക്കണം. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ എടുക്കേണ്ടത് ബെൻസീനാ മക്കളെ. നമ്മൾ എന്താ എടുക്കേണ്ടത്? ബെൻസീനാ എടുക്കേണ്ടത്. ആ ബെൻസീനിനെ നമ്മൾ ആരുമായിട്ടാ ട്രീറ്റ് ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡിന്റെയും HCl ഗ്യാസിന്റെയും മിക്സറുമായിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്. എന്തിന്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ബെൻസീനിനെ കാർബൺ മോണോക്സൈഡിന്റെയും HCl ഗ്യാസിന്റെയും മിക്സറുമായി ട്രീറ്റ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡ്. അപ്പൊ എന്താ സംഭവിക്കുക എന്നറിയോ? അത് ഓക്സിഡൈസ് ചെയ്തിട്ട് ബെൻസാൽഡിഹൈഡ് ഉണ്ടാവും. ബെൻസീൻ എന്തായിട്ട് മാറും? ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും. ബെൻസീൻ എന്തായിട്ട് മാറും? ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും. ഇതിനെയാ നമ്മൾ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെയാ മക്കളെ എന്ത് വിളിക്കുക? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷൻ ആണ്. പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷനാ, മറക്കല്ലേ കേട്ടോ മക്കളെ. പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷനാ, മറക്കല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അടുത്തതിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ക്ലെമൻസൻസ് റിഡക്ഷൻ. എന്ത് റിഡക്ഷന്? ക്ലെമൻസൻസ് റിഡക്ഷൻ. എന്താണ് ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഒക്കെ ഹൈഡ്രോ കാർബൺ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാ. എന്താ ചെയ്യേണ്ടത്? നോക്കൂ, ഒരു ആൽഡിഹൈഡ് നമുക്ക് എടുക്കാം. ആൽഡിഹൈഡോ കീറ്റോണോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിനെ നമുക്ക് ഹൈഡ്രോ കാർബൺ ആക്കണം. എങ്ങനെയാണെന്നറിയോ? ബൈ റിഡക്ഷൻ. അപ്പൊ ഞാനിവിടെ 2 H2 ആഡ് ചെയ്യാം. എന്തിന്റെ പ്രസൻസിലാ മക്കളെ റിഡക്ഷൻ നടത്തുന്നത്? സിങ്ക് അമാൽഗം. എങ്ങനെ? സിങ്ക് അമാൽഗം. അതേപോലെ കോൺസെൻട്രേറ്റഡ് HCl. സിങ്ക് അമാൽഗത്തിന്റെയും കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും പ്രസൻസിൽ ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിന് റിഡക്ഷൻ നടത്തുക.
അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. 2 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഈത്തൈൻ ആണ്. പ്ലസ് അവിടെ വാട്ടർ പുറത്തേക്ക് പോവും. ഇതാണ് ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ദിസ് ഇസ് കോൾഡ് ക്ലെമൻസൻസ് റിഡക്ഷൻ. കൃത്യമായി പഠിക്കുക. സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HCl, സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റ് Cl, അതിന്റെ പ്രസൻസിൽ ആ റിഡക്ഷൻ നടത്തുന്നത് മറന്നു പോവരുത്. അടുത്തത് മക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷനാ. സെയിം പർപ്പസ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റിഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുക? ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുക. എന്താ റിയാക്ഷന്റെ പേര്? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. എന്താ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ എടുക്കും. തൽക്കാലത്തിനൊരു കീറ്റോൺ എടുക്കും. ആൽഡിഹൈഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിന് നമ്മൾ ആദ്യം ഹൈഡ്രസീനുമായി ട്രീറ്റ് ചെയ്യുക. എന്താ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ? NH2. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രസീൻ. നിങ്ങൾക്കറിയാം, ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ഹൈഡ്രസീനുമായി ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹൈഡ്രസോൺ എന്നാ പറയുക. ഹൈഡ്രസോൺ എന്നാ പറയുക. എന്താ ഹൈഡ്രസോണ്? എന്താണ് ഹൈഡ്രസോണ്? ഈ ഓക്സിജൻ ഈ 2 ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോകുന്നു. എന്നിട്ടോ ഇവിടെ ഒരു CH3 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു CH3 ഉണ്ടായിരുന്നു. ഇതിന്റെ ഡബിൾ ബോണ്ട് നേരെ ഈ നൈട്രജനിലേക്ക് പോകും. സിംഗിൾ ബോണ്ട്. പിന്നെന്താ ഉള്ളത്? NH2. റെഡി ആണല്ലോടാ? റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്? ആൽക്കഹോളിക് KOH. ആരുമായിട്ട്? ആൽക്കഹോളിക് KOH. അതേപോലെ ഹൈ ബോയിലിംഗ് ലിക്വിഡ് ആയിട്ടുള്ള എത്തിലീൻ ഗ്ലൈക്കോൾ ഇതിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എത്ര കാർബൺ ആണോ ഉള്ളത് അത്രയും കാർബണുള്ള ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. CH3 ഈ H2 ഇങ്ങോട്ട് വന്നാൽ CH2 CH3. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? പ്രൊപ്പൈൻ. CH3 CH2 CH3. ബൈ പ്രോഡക്റ്റ് N2 ആണ്. നോക്കണമെന്നില്ല. ഇയാളെ പേരെന്താ? ഇയാളെ പേര് പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ. ഇതാണ് പരിപാടി. അതായത് ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ഹൈഡ്രസീനുമായി ട്രീറ്റ് ചെയ്ത് ഹൈഡ്രസോൺ ഉണ്ടാക്കുക. അതിനെ നിങ്ങൾ ആൽക്കഹോളിക് KOHുമായിട്ട് ഹൈ ബോയിലിംഗ് ലിക്വിഡ് ആയ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റുള്ള ഹൈഡ്രോ കാർബൺ ആൽക്കെയിൻ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഇതും നെയ്മഡ് റിയാക്ഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ആവശ്യമുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ. എനിക്കറിയാം സർ, നെയ്മഡ് റിയാക്ഷൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട് എന്നല്ലേ. ഇപ്പൊ നമ്മൾ 23 എണ്ണം പറഞ്ഞു. എല്ലാം നേരത്തെ പറഞ്ഞ ഗാറ്റർമാനും ബാക്കിയുള്ളതെല്ലാം ചേർത്ത് ഒരു 25 എണ്ണം പറഞ്ഞു, 25 എണ്ണം പറഞ്ഞു. പക്ഷെ ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും അല്ലേ. അതൊരു റിവിഷൻ ആയിട്ട് എടുക്കുക. ഇത് ഇങ്ങനെ ഒരു പേപ്പറിൽ ഇതേപോലെ എഴുതി വെക്കുക. പരമാവധി തവണ റിവൈസ് ചെയ്യുക കേട്ടോ. യെസ്. അടുത്തത് ടോളറൻസ് ടെസ്റ്റ്. ഇതൊരു ടെസ്റ്റാണ്. ആക്ച്വലി ഒരു റിയാക്ഷൻ ഒരു ടെസ്റ്റാണ്. പക്ഷേ നെയ്മഡ് റിയാക്ഷൻസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ്. ടോളറൻസ് ടെസ്റ്റിൽ ആദ്യം തന്നെ അറിയേണ്ടത് ടോളറൻസ് റിയേജന്റ് ആരാണ്. ആരാ ടോളറൻസ് റിയേജന്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാ. അറിയണം ആരാണ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെയാണ് ടോളറൻസ് റിയേജന്റ് എന്ന് പറയുക. ഇത് നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. കാര്യം എന്താ? ഈ ടോളറൻസ് റിയേജന്റിനെ ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്ത് ആസിഡായിട്ട് മാറും. ടോളറൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്തിട്ട് സിൽവർ മെറ്റലായിട്ട് മാറും. എന്തായിട്ട് മാറും? സിൽവർ മെറ്റൽ. ആ സിൽവർ മെറ്റല് എന്താ പറയുക? ടെസ്റ്റ് ട്യൂബിന്റെ ഇന്നർ സർഫസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിറർ പോലെയായി മാറും. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയാറുണ്ട്? സിൽവർ മിറർ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. എന്ത് പറയാറുണ്ട് മക്കളെ? സിൽവർ മിറർ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. സിൽവർ മിറർ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ഇവിടെ അറിഞ്ഞിരിക്കുക. എന്താണ് ടോളറൻസ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ അത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്.
ആണ് എന്ന കാര്യം ക്ലീൻ ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ അത് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാ. കാരണം ഇയാളൊരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്, ടോളറൻസ് ഫ്രീ ഏജന്റ്. അതിന് ആൽഡിഹൈഡിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ടോളറൻസ് ഫ്രീ ഏജന്റ് ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡായിട്ട് മാറും, അതേപോലെ ടോളറൻസ് ഫ്രീ ഏജന്റ് റെഡ്യൂസ് ചെയ്ത് സിൽവർ മെറ്റൽ ആയിട്ട് മാറും. ഇതേ പരിപാടിയാണ് ആർക്കുള്ളത്? ഫെല്ലിംഗ് സൊല്യൂഷൻ ഉള്ളത്. ഫെല്ലിംഗ് സൊല്യൂഷൻ എന്തിനാ ഉപയോഗിക്കുന്നതാ? അത് നമ്മുടെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വീക്കായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റാ. എന്നാൽ ടോളറൻസ് ഫ്രീ ഏജന്റ് ഫെല്ലിംഗ് സൊല്യൂഷനിൽ ആരാ ഉള്ളേ? രണ്ട് കമ്പോണന്റുകൾ ഉണ്ട്, ഫില്ലിംഗ് സൊല്യൂഷൻ എ, ഫില്ലിംഗ് സൊല്യൂഷൻ ബി. ആരാ ഫില്ലിംഗ് സൊല്യൂഷൻ എ? ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണത്. ആരാ ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ അത് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് അഥവാ റോച്ചല്ലേ സാൾട്ട് ആണ്. ഇത് നമ്മൾ ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ നേരത്തെ സംഭവിച്ച പോലെ തന്നെ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡായിട്ട് മാറും. എന്നാൽ ഫില്ലിംഗ് സൊല്യൂഷൻ റിഡ്യൂസ് ചെയ്തിട്ട് കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറും. അതിന് റെഡിഷ് ബ്രൗൺ കളറാണുള്ളത്, റെഡിഷ് ബ്രൗൺ കളറാണുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ടോളറൻസ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആണെങ്കിൽ സിൽവർ മിറർ കിട്ടും, കീറ്റോൺ ആണെങ്കിൽ കിട്ടില്ല. ഫില്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ആൽഡിഹൈഡ്, കിട്ടുന്നില്ലെങ്കിൽ കീറ്റോണ്. ഇതാണ് ഐഡിയ. ആരാ ടോളറൻസ് റിയേജന്റ് എന്ന് അറിയണം, ആരാ ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് അറിയണം കേട്ടോ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ടെസ്റ്റ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. റെഡിയാണല്ലോ? യെസ്. ഇനി ഹാലോഫോം റിയാക്ഷൻ, മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഹാലോഫോം റിയാക്ഷൻ അല്ലെങ്കിൽ ഹാലോഫോം ടെസ്റ്റ്, അയഡോഫോം ടെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആരാ ഇത് ആൻസർ ചെയ്യുക മക്കളെ? ശ്രദ്ധിച്ചു കേട്ടോ. ആൽഡിഹൈഡിന്റെ കേസ്, കീറ്റോണിന്റെ കേസ് ആണെങ്കിൽ CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ്. എങ്ങനെ? CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, ഇവരാണ് ഇത് ആൻസർ ചെയ്യുക. CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണ് ആണ് ഇത് ആൻസർ ചെയ്യുക. മറക്കരുത്, CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഇതാണ് ആൻസർ ചെയ്യുക. എപ്പോഴാണ് ആൻസർ ചെയ്യുക? ഇതിനെ നമ്മൾ NaOH അതേപോലെ ഹാലോജനുമായി ട്രീറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ NaOHും അതേപോലെ തന്നെ ഹാലോജനുമായി ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ പറയാം, NaOXുമായി ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക എന്നറിയോ? ഒരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചോ. നോക്കണേ മക്കളെ. CH3COCH3 എന്താടാ മക്കളെ ഇതിന്റെ പ്രത്യേകത? ഇവിടെ CH3CO ഗ്രൂപ്പ് ഉണ്ട്, CH3CO ഗ്രൂപ്പ് ഉണ്ട്. ആ CH3CO ഗ്രൂപ്പ് ഉള്ള ആളെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് NaOHും അയോഡിനുമായിട്ടാ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് NaOIയുമായിട്ടാണ് എന്ന് പറയാം, അല്ലെങ്കിൽ NaOH + I2 ആയിട്ടാണ് എന്ന് പറയാം. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഏത് ഹാലോജൻ ആണോ എടുത്തത് അതിന് കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവും. ഇവിടെ അയോഡിൻ എടുത്തത് കൊണ്ട് അയോഡോഫോം ആണ് ഉണ്ടാവുക, അഥവാ CH3 നമ്മൾ അയോഡോഫോം എന്നാണ് പറയുന്നത്. എന്താടാ പറയാ? അയോഡോഫോം. അയോഡോഫോമിന്റെ കളർ എന്താ? അയോഡോഫോമിന്റെ കളറ് യെല്ലോ കളറാണ്. അയോഡോഫോമിന്റെ കളർ എന്താടാ? യെല്ലോ കളറാണ്. മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ ഒരു കാർബൺ ആറ്റം ആണല്ലോ ഹാലോഫോമിൽ അഥവാ അയോഡോഫോമിലുള്ളത് ആണ്. ബാക്കി എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ആ 2 കാർബൺ ആറ്റം അടങ്ങിയ കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് ഉണ്ടാവുക. അപ്പൊ 2 കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH. അതിന്റെ സാൾട്ട് എന്ന് പറഞ്ഞാൽ അത് മാറ്റി Na കൊടുത്താൽ മതി, H മാറ്റി Na കൊടുത്താൽ മതി. അപ്പൊ ബൈ പ്രൊഡക്റ്റ് ഇമ്പോർട്ടന്റ് അല്ല. ബേസിക്കലി പറഞ്ഞാൽ CH3CO ഗ്രൂപ്പ് ഉള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ NaOHും ഹാലോജനുമായി ട്രീറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് ഹാലോഫോം റിയാക്ഷൻ. അയോഡോഫോം ഉണ്ടാവുന്ന റിയാക്ഷൻ അയോഡോഫോം റിയാക്ഷനാ. ഇതിനെ അയോഡോഫോം ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ഒരുപാട് തവണ എന്ത് ചെയ്തതാണ്? എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആ മക്കളെ, കൃത്യമായി പഠിക്കേണ്ടതാ കേട്ടോ. എന്താണ് ഈ മൈക്കിലെ ചാർജ് ഈ മൈക്കില്ലാത്തോണ്ടാണ് ഇത് തന്നെ. അപ്പൊ ഇതിലെ വേവ് ഇങ്ങനെ നോക്കണേ, ഈ ഇടക്കിടെ ശ്രദ്ധിക്കൂലേ?
അല്ല ഇപ്പം മാറ്റണേ മാറ്റിക്കോ. മാറ്റാനും മാറ്റാം, പക്ഷെ എന്നാ കട്ട് ചെയ്യുന്നാല് രണ്ട് സൗണ്ട് ആവാറില്ല. സാർ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ, നമ്മൾ കട്ട് ചെയ്തോളാം. നമ്മൾ വീഡിയോ കട്ട് ചെയ്തോളാം. ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് എത്ര ടൈം ഉണ്ടോ ഇനി? ഇതൊരു 15 മിനിറ്റ്. അത് കിട്ടൂലേ? അത് കിട്ടണ്ടേ. സാറ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കുന്ന സമയത്തെ ഇതിലൊന്നും ഇങ്ങനെ നോക്കിയാൽ ഈ വേവ് പോകുന്ന അങ്ങനെ പായുന്ന സാധനല്ലേ. ഈ ഇപ്പൊ ടൈം നോക്ക്. ഇപ്പൊ 57 മിനിറ്റ്. അപ്പൊ അത് കട്ട് ചെയ്തേക്കണ്ടി കേട്ടോ. 15 മിനിറ്റ് കിട്ടുമല്ലോ. ഞാൻ നോക്കിക്കോളാം. അല്ല ഇനിയിപ്പോ കട്ട് ചെയ്യണമെന്നില്ല. ഇത് നമ്മള് എന്തായാലും ഇടയിൽ മെർജ് എഡിറ്റ് ചെയ്യുമ്പോ മെർജ് ചെയ്ത് ഒറ്റ വീഡിയോ അല്ലേ, ഒറ്റ സ്ട്രെച്ച് പോകണമല്ലേ. സാറ് കണ്ടിന്യൂ ചെയ്ത് പോയത് നമ്മൾ ഇടയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കണം. ശരി ഇടക്കിടക്കൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ മക്കളെ ഈ ഹാലോഫോം റിയാക്ഷൻ പഠിക്കാതെ പോകരുത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ വന്നതാണ് ഇത്. അതേപോലെ മക്കളെ ആൽഡിഹൈഡിലുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അൽഡോൾ കണ്ടൻസേഷൻ. അൽഡോൾ കണ്ടൻസേഷൻ എന്താ? ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ ആൽഡിഹൈഡ് എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കീറ്റോൺ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ എടുക്കുന്നത് ശ്രദ്ധിക്കുക, 2 ആൽഡിഹൈഡ് എടുക്കാം. ഒന്ന് CH3, എന്താ പറയാ CHO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH ആണ്. രണ്ടാമത്തത് രണ്ടാമത്തത് എന്താ പറയാ അതേ ആൽഡിഹൈഡ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതേ ആൽഡിഹൈഡ് എടുക്കുന്നതിന് പകരം ഡിഫറെന്റ് ആൽഡിഹൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ ക്രോസ് അൽഡോൾ കണ്ടൻസേഷൻ എന്നാ പറയാ. എന്താ മക്കളെ പറയാ? ക്രോസ് അൽഡോൾ കണ്ടൻസേഷൻ എന്നാണ് പറയാ. അത്രേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഞാൻ എന്താ ചെയ്തേ, ഈ CHO ആണ് ഫംഗ്ഷൻ ലൂപ്പ്. അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആണ് ആൽഫ കാർബൺ. ഇവിടെ ആൽഫ ഉണ്ട്, ആൽഫയിൽ ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ ആൽഡിഹൈഡിനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ എടുക്കുന്ന ഡൈല്യൂട്ട് ആൽക്കലി ഡൈല്യൂട്ട് NaOH ആണ്. അപ്പൊ മക്കളെ എന്താ സംഭവിക്കാന്നറിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവ. ഈ CH3 ഒരു H ഈ ഓക്സിജന്റെ അടുത്തേക്ക് വരും. അപ്പൊ എന്താ സംഭവിക്കാന്ന് കേട്ടോ, ഈ CH3 ഒരു വ്യത്യാസവും. ഈ സീന്റെ ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O ആയി. ആ സിംഗിൾ ബോണ്ട് ഓക്സിജന്റെ അടുത്തേക്ക് H വന്നു. ഈ കാർബണിന്റെ അടുത്ത് എന്തുണ്ട്? ഒരു H ഉണ്ട്. ഈ എന്താ പറയാ ഇയാളുടെ അടുത്ത വാലൻസി നേരെ പോകുന്നത് ഈ കാർബണിലേക്കാണ്. ആ കാർബണിന്റെ അടുത്ത് 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, 1 പോയി, അപ്പോൾ CH2 ആയി മാറി. ഇവിടെ എന്താ ഉള്ളത്? CHO. ഇയാളെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്ക്. ഇതാണ് പ്രയോറിറ്റി കൂടിയ ഫംഗ്ഷൻ ലൂപ്പ്. അപ്പൊ തൊട്ടടുത്തുള്ള ആൾ ആൽഫ, ശേഷമുള്ള ആൾ ബീറ്റ. അപ്പൊ ബീറ്റയിൽ ആരാ ഉള്ളത്? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. മക്കളെ ഇതിനെയാണ് അൽഡോൾ എന്ന് പറയുക. അൽഡോൾ. ഇനി നമ്മൾ ആൽഫ ഹൈഡ്രജനുള്ള കീറ്റോണാണ് എടുത്തതെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോണാ കിട്ടുക. അതിനെ കീറ്റോൾ എന്നാ പറയുക. എന്താ പറയാ? കീറ്റോൾ. അപ്പൊ നമ്മൾ ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൽഡോൾ കിട്ടും, അഥവാ അല്ലെങ്കിൽ കീറ്റോൾ കിട്ടും. ഇനിയോ അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് കണ്ടൻസേഷൻ സംഭവിക്കുക. മക്കളെ ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ OH EHുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ കാർബണിന്റെയും ഈ കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരും. അപ്പൊ എന്താ മക്കളെ? CH3 അവിടെ തന്നെയുണ്ട്. CH ഡബിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CHO. ഓക്കെ മക്കൾ, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാണ് ഫംഗ്ഷൻ ലൂപ്പ്. തൊട്ടടുത്തുള്ള ആൾ ആൽഫയാണ്, ശേഷമുള്ള ആൾ ബീറ്റയാണ്. അപ്പൊ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. എന്താണ് പറയാ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്നാ പറയും. ഇതാണ് അൽഡോൾ കണ്ടൻസേഷൻ. അതായത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ നിങ്ങൾ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അൽഡോൾ അഥവാ കീറ്റോൾ കിട്ടും. അതിനെ ഹീറ്റ് ചെയ്താൽ വാട്ടർ പോയിട്ട് കണ്ടൻസ് ചെയ്തിട്ട് അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. ദിസ് ഇസ് അൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, അല്ലെങ്കിൽ കീറ്റോൾ കണ്ടൻസേഷൻ. ഇവിടെ രണ്ടും സെയിം ആൽഡിഹൈഡാ, ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ ക്രോസ് അൽഡോൾ കണ്ടൻസേഷൻ എന്നാ പറയുക കേട്ടോ. യെസ്, പൊതുവെ ഇതാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അൽഡോൾ കണ്ടൻസേഷൻ നല്ല ക്ലിയർ കട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാടാ? പഠിക്കേണ്ടതാണ്. അടുത്തത് കാനിസാറോ റിയാക്ഷൻ. എന്താണ് മക്കളെ പേര്?
കാനിസാറോ റിയാക്ഷൻ. എന്താ കാനിസാറോ റിയാക്ഷൻ? നേരെ അൽഡോളിന്റെ നേരെ ഓപ്പോസിറ്റാ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് എടുക്കണം. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് എടുക്കണം. എന്നിട്ട് അതിനെന്താ ചെയ്യേണ്ടത്? അതിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. നോക്കൂ നിങ്ങൾ, HCHO, ഇയാളെ പേരെന്താ? ഫോർമാൽഡിഹൈഡ്. ഇത് 2 എണ്ണം എടുക്കണം. ഫോർമാൽഡിഹൈഡ് എത്ര എണ്ണം എടുക്കണോടാ? ഫോർമാൽഡിഹൈഡ് 2 എണ്ണം എടുക്കണം. ഈ ഫോർമാൽഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യാം. ഇതിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് NaOH. ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇവിടെ 2 ആളില്ലേ, ഒരാള് റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവും, മറ്റേയാള് ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡ് ഫോം ചെയ്യും. അതായത് റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രൈമറി ആൽക്കഹോൾ എന്താ? CH3OH അഥവാ എത്തനോൾ. പിന്നെ മറ്റേയാൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു കാർബൺ ആറ്റമുള്ള ആസിഡ് ഉണ്ടാവും, അത് HCOOH ആണ്, അഥവാ ഫോർമിക് ആസിഡ് ആണ്. ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെത്തനോയിക് ആസിഡാ. പിന്നെ ഇവിടെ ആൽക്കലി ഉള്ളത് കൊണ്ട് ഈ എച്ചും ഈ OHും കമ്പൈൻ ചെയ്ത് വാട്ടർ പോവും, Na അങ്ങോട്ട് വരും. പക്ഷെ ബേസിക്കലി പറഞ്ഞാൽ എന്താ? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഓക്സിഡൈസ് ചെയ്ത് ആസിഡായി മാറുക, മറ്റേയാൾ റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറുക. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാനിസാറോ റിയാക്ഷൻ. എന്താണ് പേര്? കാനിസാറോ റിയാക്ഷൻ. കൃത്യമായി പഠിക്കണം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവരുത്, കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത മക്കളെ, എസ്റ്ററിഫിക്കേഷൻ. പറയുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. എവിടെ പറഞ്ഞതാണ്? എവിടെയാ പറഞ്ഞത്? നമ്മൾ ആൽക്കഹോളിൽ പറഞ്ഞതാ. ആസിഡിനെ ആൽക്കഹോളുമായിട്ട് കോൺസെൻട്രേറ്റഡ് ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ വാട്ടർ പോയിട്ട് എസ്റ്റർ ഉണ്ടാവും. അതാണ് എസ്റ്ററിഫിക്കേഷൻ. അതാണ് മക്കളെ എസ്റ്ററിഫിക്കേഷൻ. മറക്കരുതേ, ഇമ്പോർട്ടൻ്റാ. അടുത്തത് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ ഇമ്പോർട്ടൻ്റാ. എന്താ? സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക. അസറ്റിക് ആസിഡ് ആണല്ലോ CH3COOH. H മാറ്റി Na എന്ന് എഴുതിയാൽ അയാളെ പേര് സോഡിയം അസറ്റേറ്റ് എന്നാണ്. സോഡിയം അസറ്റേറ്റ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? മക്കളെ ശ്രദ്ധിച്ചോ, NaOH, അതേപോലെ കാൽസ്യം ഓക്സൈഡ്. മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, NaOHന്റെയും കാൽസ്യം ഓക്സൈഡിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സോഡ ലൈം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സോഡ ലൈം. അപ്പൊ നമ്മൾ എന്താ പറയാ? സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈമുമായി ട്രീറ്റ് ചെയ്തു എന്നാ പറയാ. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈമുമായി ട്രീറ്റ് ചെയ്തു എന്നാ പറയാ. എന്തുമായി ട്രീറ്റ് ചെയ്തു എന്നാണ് പറയാ? സോഡ ലൈമുമായി ട്രീറ്റ് ചെയ്തു. ആര്? സോഡ ലൈം. അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയോ? സിമ്പിളാണ്, സിമ്പിൾ പരിപാടിയാ. എന്താ അത്? ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. എന്നിട്ടോ ഇവിടെയുള്ള H ഈ കാർബണിന്റെ അടുത്തേക്ക് വരും. അപ്പൊ CH3യിലേക്ക് H വന്നാൽ അത് CH4 ആയി. CH3യിലേക്ക് H വന്നാൽ അത് CH4 ആയി. ബൈ പ്രോഡക്റ്റ് Na2CO3, സോഡിയം കാർബണേറ്റ്. Na2CO3 ആരാണ്? സോഡിയം കാർബണേറ്റ്. ആരാടാ മക്കളെ അത്? സോഡിയം കാർബണേറ്റ്. മറക്കരുതേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡാ ലൈമുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ? ഒരു ആൽക്കെയിൻ ഉണ്ടാവുക. പിന്നെ ആൽക്കെയിൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവിടെ ഇപ്പൊ 2 കാർബണല്ലേ ഉള്ളേ ആണ്. എന്നാൽ ഇവിടെ ഒരു കാർബണേ ഉണ്ടാവുള്ളൂ. ഒരു കാർബൺ കുറവുള്ള ആൽക്കെയിൻ ആണ് അവിടെ ഫോം ചെയ്യുക. പിന്നെ
ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ സംഭവിച്ച ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവരൊക്കെ പോയി അല്ലേ? എന്നിട്ട് എച്ച് വന്നു, ഇവരൊക്കെ പോയി എന്ന് പറഞ്ഞാൽ COONA പോയത്. COONAയിൽ COO ഇല്ലേ? ഉണ്ട്. COO എന്ന് പറഞ്ഞാൽ ആരാ? CO2 ആണ്. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് നിന്ന് CO2 റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡീകാർബോക്സിലേഷൻ എന്നുള്ള പേര് വന്നത്. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന, റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന, മറക്കരുത്, റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നാണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേടാ? അപ്പൊ ഡീകാർബോക്സിലേഷൻ അറിഞ്ഞിരിക്കുക. ഇനി മക്കളെ, കോൾബ്സ് ഇലക്ട്രോളിസിസ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക. നമ്മൾ നേരത്തെ സോഡിയം എടുത്തല്ലോ, സോഡിയം തന്നെ എടുക്കുക. 2 എണ്ണം എടുക്കണേ. CH3COONA. 2 സോഡിയം അസറ്റേറ്റ് എടുത്തു. എങ്ങനെയാ മക്കളെ? 2 സോഡിയം അസറ്റേറ്റ് എടുത്തു, അഥവാ 2 സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തു. എന്നിട്ടോ അതിലേക്ക് വെള്ളം ഒഴിക്കുക, വാട്ടർ ആഡ് ചെയ്യുക, അഥവാ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തത് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ എത്ര CH3 ഉണ്ട്? 2 എണ്ണം എടുത്തുകൊണ്ട് 2 എണ്ണം, അത് രണ്ടും കമ്പൈൻ ചെയ്ത് ഈത്തൈൻ ഉണ്ടാവും. CH3 സിംഗിൾ ബോണ്ട് CH3. ഇനിയോ ഈ COO എന്ന് പറഞ്ഞാൽ CO2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ 2 CO2 ഉണ്ടാവും. ഇനിയോ മക്കളെ 2 NaOH. ബൈ പ്രൊഡക്റ്റ് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും വേണമെങ്കിൽ ഇത് അത്രയേ ഉള്ളൂ. ഓക്കെ, മെയിൻ പ്രോഡക്റ്റ് എന്താ? ഇതാണ് മെയിൻ പ്രോഡക്റ്റ്. അതായത് സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിന്റെ അക്വസ് സൊല്യൂഷൻ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആൽക്കൈന് കിട്ടും. അങ്ങനെ ആൽക്കൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. എന്താണ് പേര്? കോൾബ്സ് ഇലക്ട്രോളിസിസ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈത്തൈൻ, ഈ മെയിൻ പ്രോഡക്റ്റ് മറന്നു പോകരുത്. ബാക്കിയുള്ളത് വിട്ടാലും വലിയ കുഴപ്പമില്ല. മെയിൻ പ്രോഡക്റ്റ് മറന്നു പോവാതിരിക്കാൻ സൂക്ഷിക്കുക കേട്ടോ. അടുത്ത് നോക്കടാ, HVZ റിയാക്ഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ. ഒരു സംശയവും ഇല്ല. എന്താ? ഒന്നെങ്കിൽ എന്താ പറയാ, ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ കാർബോക്സിലിക് ആസിഡ് എടുക്കുക. ഇതാരാ? പ്രൊപ്പനോയിക് ആസിഡ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ കാർബൺ. ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ഇത് ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ എന്താണ്? ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ ഒരു കാർബോക്സിലിക് ആസിഡ്. മക്കളെ, ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ ഒരു കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ആരുമായിട്ടാ ട്രീറ്റ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. ഒന്നെങ്കിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. എന്തിന്റെ പ്രസൻസില്? റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസില്. എങ്ങനെ? ആൽഫ ഹൈഡ്രജൻ അടങ്ങിയ ഒരു കാർബോക്സിലിക് ആസിഡിനെ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനുമായിട്ട് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക എന്നറിയുമോ മക്കളെ നിങ്ങൾക്ക്? ഈ ആൽഫ ഹൈഡ്രജനിൽ 2 ഹൈഡ്രജൻ ഇല്ലേ? ഉണ്ട്. അതിലൊരു ഹൈഡ്രജൻ ഈ ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോവും. അതായത് ഈ ഹൈഡ്രജൻ ഈ ക്ലോറിനുമായിട്ട് HCl പോവും. എന്നിട്ടോ ഇവിടെ ഒരു ക്ലോറിൻ ബാക്കിയില്ലേ? ഇവിടെ ഒരു ബോണ്ട് ബാക്കിയില്ലേ? അപ്പൊ അങ്ങോട്ടേക്ക് ക്ലോറിൻ വരും. സോ CH3CH, ഇങ്ങോട്ടേക്ക് ക്ലോറിൻ വന്നു, COOH. അപ്പോ ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ്. ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ്. ഇത് ഇനിയിപ്പോ നമ്മൾ ബ്രോമിൻ എടുത്തെങ്കിലോ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇതിനെയാണ് HVZ റിയാക്ഷൻ, ഹെൽവോൾഹാഡ്-സെലിൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത്. മറന്നു കളയരുതിട്ടോടാ, ഇമ്പോർട്ടന്റ്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡിനെ ക്ലോറിനോ ബ്രോമിനോ ആയിട്ട് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്താ മക്കളെ കിട്ടുക? ആൽഫ ക്ലോറോ അല്ലെങ്കിൽ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ദിസ് ഈസ് കോൾഡ് HVZ റിയാക്ഷൻ. ഓക്കെ, പഠിക്കുക. ഇനി മക്കളെ നോക്കൂ, അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. എന്താ പരിപാടി എന്നറിയോടാ? അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. നമ്മൾ എന്താ എടുക്കേണ്ടത്? ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, CH3Cl. ഓക്കെ ആണല്ലോടാ? അതിനെ നമ്മൾ അമോണിയയുമായിട്ട് ട്രീറ്റ് ചെയ്യുക.
ഒരു സീൽഡ് ട്യൂബിൽ ട്രീറ്റ് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മക്കളെ, അങ്ങനെ ട്രീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നറിയോ? അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി സംഭവിക്കുക എന്താ, ഇവിടെയുള്ള ക്ലോറിന് ഇവിടെയുള്ള എച്ചുമായി കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോകും. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇനി എന്താ അവിടെ ഉള്ളത്? CH3 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? NH2 ഉണ്ട്. അഥവാ ഒരു പ്രൈമറി അമൈൻ. വേറെ രൂപത്തിലും പറയാം, സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒരു പ്രൈമറി അമൈൻ ഉണ്ടായി. ഇനിയോ മക്കളെ, ഈ ആൽക്കൈൽ ഹാലൈഡ് എക്സസ് ഉണ്ട് എന്ന് വിചാരിക്കുക, കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ എച്ച് ഈ ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് വീണ്ടും HCl പോവും. ഈ CH3 നൈട്രജന്റെ അടുത്തേക്ക് വരും. അപ്പൊ എന്താ? CH3NH അഥവാ സെക്കൻഡറി അമൈന് അവിടെ ഫോം ചെയ്യും. ഇനി മക്കളെ, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു ആൽക്കൈലാഡ് എക്സസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയുള്ള ഹൈഡ്രജൻ ഇവിടെയുള്ള ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് എഗെയിൻ HCl പോവും. അപ്പൊ എന്താ ഉണ്ടാവുക എന്നറിയോ? ഞാനൊന്ന് ചുരുക്കി ഇതെങ്ങനെ എഴുതാണ്. അവിടെ 2 CH3 അല്ലേ, ഈ CH3 കൂടെ വന്നാൽ CH3 ത്രൈസ് N ആയിട്ട് മാറും. ഇതാരാ? ടെർഷ്യറി അമൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻ്റെ ഒരു മിക്സറാ കിട്ടുക. ഇനി ക്വാട്ടർണറി അമോണിയം സാൾട്ട് കിട്ടും. അത് അമൈൻ അല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ആൽക്കൈൽ ഹാലൈഡിനെ അമോണോളിസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ആൽക്കൈൽ ഹാലൈഡിനെ അമോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻ കിട്ടുമെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അമൈൻസിന്റെ പ്രിപ്പറേഷനിൽ വരുന്ന കാര്യമാണിത്. അടുത്തത് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. പ്രധാനപ്പെട്ട സാധന. ആദ്യം തന്നെ താലിമൈഡ് എടുക്കണം. എന്താ താലിമൈഡ് എന്ന് പറഞ്ഞാല്? ഇതാണ് മക്കളെ താലിമൈഡ്. ദിസ് ഇസ് താലിമൈഡ്. ഈ താലിമൈഡിനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? KOH ട്രീറ്റ് ചെയ്യുക. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താ? ഈ എച്ചും ഈ OH കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവും. ഈ പൊട്ടാസ്യം ഇങ്ങോട്ടേക്ക് വരും. പൊട്ടാസ്യം ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ C ഡബിൾ ബോണ്ട് O. ഈ Nന്റെ അടുത്തേക്ക് പൊട്ടാസ്യം വരും. ഓക്കെ, ഇത് താലിമൈഡ് ആണെങ്കിൽ ഇതിനെ പൊട്ടാസ്യം താലിമൈഡ് എന്നാ വിളിക്കുക. പൊട്ടാസ്യം താലിമൈഡിനെ ആൽക്കൈൽ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്യുക. ആൽക്കൈൽ ഹാലൈഡുമായിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പൊട്ടാസ്യം ഈ ബ്രോമിനുമായി കമ്പൈൻ ചെയ്ത് പൊട്ടാസ്യം ബ്രോമൈഡ് പോവും. ആൽക്കൈൽ ലൂപ്പ് ഇങ്ങോട്ടേക്ക് വരും. ആൽക്കൈൽ ലൂപ്പ് ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ നമുക്ക് കിട്ടുക? ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ N ഉണ്ട്. അങ്ങോട്ടേക്ക് ആൽക്കൈൽ ലൂപ്പ് C2H5 വന്നു. ഓക്കെ, ഇതിന് N-ഈഥൈൽ താലിമൈഡ് എന്നാ പറയാ. N-ഈഥൈൽ താലിമൈഡ്. അതിന് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? 2 NaOH ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുക. അക്വസ് NaOH അഥവാ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇവിടെയുള്ള H ഇല്ലേടാ, ആ H അടുത്ത NaOH H എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടേക്ക്. ഇനി ONA ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ടേക്ക്. ONA ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ പ്രോഡക്റ്റ്? നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെയിൻ പ്രോഡക്റ്റ് എന്താ? മെയിൻ പ്രോഡക്റ്റ് C2H5 NH2 അഥവാ ഈ പ്രൈമറി അമൈനാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസീനിന്റെ കൂടെ ഇവിടെ ആരാ? C ഡബിൾ ബോണ്ട് ONA. ഇവിടെയും C ഡബിൾ ബോണ്ട് ONA. അത് ബൈ പ്രൊഡക്റ്റ് മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് പ്രൈമറി അമൈനാ. എന്തിനാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് നടത്തുന്നത്? പ്രൈമറി അമൈൻ ഉണ്ടാക്കാൻ. ആദ്യം നമ്മൾ താലിമൈഡ് എടുക്കുക. അതിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്താൽ പൊട്ടാസ്യം താലിമൈഡ് കിട്ടും. അതിന് ആൽക്കൈൽ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്താൽ N-ആൽക്കൈൽ താലിമൈഡ് കിട്ടും. അതിനെ ഒന്നെങ്കിൽ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്വസ് NaOH ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പ്രൈമറി അമൈന് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. എന്താടാ? ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഇതൊന്ന് നീറ്റായിട്ട് പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, അടുത്തത് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. എന്താ?
ആദ്യം തന്നെ ഒരു അമൈഡ് എടുക്ക്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. ആദ്യം തന്നെ ഒരു അമൈഡ് എടുക്ക്. ആ അമൈഡിനെ ബ്രോമിനുമായിട്ട് അതേപോലെ തന്നെ NaOH ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമൈൻ കിട്ടും. പ്രൊഡക്റ്റ് കിട്ടാൻ വളരെ സിമ്പിളാ. അമൈഡിലുള്ള CO അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ മതി, ബാക്കി അങ്ങ് ജോയിൻ ചെയ്താൽ മതി. എന്താ പ്രോഡക്റ്റ്? CH3NH2. എന്താടാ പ്രോഡക്റ്റ്? CH3NH2. ഒരു പ്രൈമറി അമൈൻ. ആരാണ്? ഒരു പ്രൈമറി അമൈൻ. ഇനിയോ ഈ 2 ബ്രോമിൻ 2 സോഡിയവുമായി കമ്പൈൻ ചെയ്താൽ 2 സോഡിയം ബ്രോമൈഡ്. ആരാടാ? 2 സോഡിയം ബ്രോമൈഡ്. പിന്നെന്താ? Na2CO3 പ്ലസ് 2H2O. ബൈപ്രൊഡക്റ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമൈഡിനെ ബ്രോമിനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമൈൻ ഉണ്ടാവും. ദിസ് ഇസ് കോൾഡ് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. എന്താടാ? ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. പഠിക്കണം കേട്ടോ, കുറച്ച് എണ്ണം ഉണ്ട്, പക്ഷേ ഇത് ആദ്യം തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ നമ്മൾ സേഫ് ആയില്ലടാ. അതുകൊണ്ടാണ് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഇനി കാർബിലമൈൻ റിയാക്ഷൻ. കാർബിലമൈൻ ടെസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതൊരു പ്രൈമറി അമൈനിന്റെ ഒരു ടെസ്റ്റ് ആണ്. ആരുടെ ടെസ്റ്റ് ആണ്? ഒരു പ്രൈമറി അമൈൻ്റെ ടെസ്റ്റ് ആണ്. പ്രൈമറി അമൈൻ മാത്രമേ ഇത് ആൻസർ ചെയ്യൂ. ഞാനൊരു പ്രൈമറി അമൈൻ എടുത്തു. ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒന്ന് ക്ലോറോഫോമും ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുക. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3 പ്ലസ് 3KOH. അപ്പം എന്താ സംഭവിക്കാന്നറിയോടാ? സിമ്പിൾ. ഈ CH3N ഉണ്ടല്ലോ, N ഈ സിയുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പം എന്താ ഉണ്ടാവുക? CH3NC. ഒരു ഐസോസയനൈഡ് ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുക? ഒരു ഐസോസയനൈഡ് ഫോം ചെയ്യും. ഈ ഐസോസയനൈഡിനെ തന്നെയാണ് കാർബിലമൈൻ എന്ന് പറയുന്നത്. ഐസോസയനൈഡിനെ തന്നെയാണ് കാർബിലമൈൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നടാ? കാർബിലമൈൻ. ഓക്കെ, അത് വളരെ ഫാൾസ് സ്മെല്ലിങ്ങാ, ബാഡ് സ്മെല്ലിങ്ങാ. അതുണ്ടായാൽ തന്നെ നമ്മൾ എടുത്തത് പ്രൈമറി അമൈൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്ലസ് എന്താ? ബൈ പ്രൊഡക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, 3 KOH പോയിട്ടുണ്ട് അല്ലേ? സോറി, 3 KCl പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? 3 ഓക്സിജൻ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 3 H2O. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോടാ. ഈ ഐസോസൈനൈഡ് അഥവാ കാർബിലമൈൻ ടെസ്റ്റ് പ്രൈമറി അമൈൻ്റെ ടെസ്റ്റാണ്. അത് പ്രൈമറി അമൈൻ മാത്രമാണ് ആൻസർ ചെയ്യുന്നത്. അവസാനം വളരെ ബാഡ് സ്മെല്ലിംഗ് ആയിട്ടുള്ള അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഐസോസൈനൈഡ് ആണ് ഫോം ചെയ്യുക. ഓർത്ത് വെക്കുക. അടുത്തത് ഹിൻസ്ബർഗ് ടെസ്റ്റ്. എന്തിനാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. ഹിൻസ്ബർഗ് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത്? ഹിൻസ്ബർഗ് റിയേജന്റ്. ആരാ ഹിൻസ്ബർഗ് റിയേജന്റ്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അഥവാ C6H5SO2Cl. അതാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. അത് എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിച്ച് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമൈൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക? സിമ്പിളായി പറഞ്ഞാൽ മക്കളെ, പ്രൈമറി അമൈനിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്താൽ, ആദ്യം തന്നെ അവിടെ ഒരു സാൾട്ട് ഫോം ചെയ്യും. ആ സാൾട്ട് ആൽക്കലിയിൽ സോലുബിൾ ആണ്. സോലുബിൾ ഇൻ ആൽക്കലി. ഇങ്ങനെയാണ് പ്രൈമറി അമൈൻ. നിങ്ങളുടെ കയ്യിൽ ഒരു അമൈൻ ഉണ്ട്, ഏതാണെന്നറിയില്ല, അതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്തപ്പോൾ സാൾട്ട് കിട്ടിയത് ആൽക്കലിയിൽ സോലുബിളോ എങ്കിൽ അത് പ്രൈമറിയാണ്. ഇനി ഒരു അമൈൻ, ആ അമൈനിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു സാൾട്ട് കിട്ടി. പക്ഷെ ആ സാൾട്ട് ആൽക്കലിയിൽ ഇൻസോലുബിൾ ആണ്. ഇൻസോലുബിൾ ഇൻ ആൽക്കലി. ആൽക്കലിയിൽ ഇൻസോലുബിൾ ആണെങ്കിൽ
അതിനെ നമുക്ക് സെക്കൻഡറി അമൈൻ എന്ന് വിളിക്കാം. ഇനി മക്കളെ ടെർഷറി അമൈനിൻ്റെ പ്രത്യേകത, അവിടെ ഹൈഡ്രജൻ ഉണ്ടാവില്ല നൈട്രജൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ അത് ആരുമായി റിയാക്ട് ചെയ്യാറില്ല, ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസിനെ ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ ആണോടാ? ഇമ്പോർട്ടൻ്റ് ആണോടാ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായി മനസ്സിലാക്കേണ്ടതാണ്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ബാൾഷിമാൻ റിയാക്ഷൻ. ബാൾഷിമാൻ റിയാക്ഷൻ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അത് കേൾക്കണം എന്ന് നിർബന്ധവുമില്ല. പക്ഷേ ഈ റിയാക്ഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്ത്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. മക്കളെ എന്താണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? അതിനെ ഫ്ലൂറോബോറിക് ആസിഡ് അഥവാ HbF4 ട്രീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അത് പ്രധാനമാണ്. ഫ്ലൂറോബോറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ക്ലോറിൻ ഇവിടെയുള്ള എച്ചുമായി കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോയി. എന്നിട്ടോ N2 അവിടെ തന്നെ ഉണ്ട്. ആ N2ൻ്റെ അടുത്തേക്ക് ആരാ വരിക? BF4 ആണ് വരിക. ആരാ വരിക? BF4. ഓക്കെ മക്കളെ, ഈ ബെൻസീൻ്റെ മുകളിൽ N2BF4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് എന്നാ പറയാ. എന്താ പേര്? ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. ഓക്കെ മക്കളെ, ഇതിനെ നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇതിന്ന് N2 ഗ്യാസ് പുറത്തേക്ക് പോകും, BH4 BH3 പുറത്തേക്ക് പോകും. ആരാ പോവാ? ഒന്ന് N2 ഗ്യാസ് പോവും, 2 BF3 പോവും. ഓക്കെ, BF4 ഉണ്ട്, BF3 ഒരു F ബാക്കിയുണ്ട്, ആ F ബെൻസീൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫ്ലൂറോബെൻസീൻ കിട്ടും. എന്താണ് മക്കളെ കിട്ടുക? we will get fluorobenzene. നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടുന്നത് ഫ്ലൂറോബെൻസീൻ ആണ്. ഓക്കെ, ഇതാണ് ബാൾഷിമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിക്കണം. ഫ്ലൂറോബെൻസീൻ ഉണ്ടാക്കാനുള്ള മാർഗമാണിത്. എന്തുണ്ടാക്കാനുള്ള മാർഗം ഇത്? ഫ്ലൂറോബെൻസീൻ ഉണ്ടാക്കാനുള്ള മാർഗമാണ്. കൃത്യമായി പഠിക്കണം കേട്ടോ, കൃത്യമായി പഠിക്കണം. അടുത്തത് കപ്ലിംഗ് റിയാക്ഷൻ. അമൈൻസിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന സാധനം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫിനോളും അതേപോലെ അനിലിനും ഒക്കെ ആയിട്ട് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അസോബെൻസീൻ ഡൈസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ? നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. ബെൻസീൻ ഡയസോണിയം സാൾട്ട്. ഓക്കെ, N2+Cl- അതാണല്ലോ ബെൻസീൻ ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫിനോളുമായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഫിനോൾ ഇതാണല്ലോ ഫിനോളുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആൽക്കലൈൻ മീഡിയത്തിലാണ് നടക്കുക. ഇവിടെ ആരുണ്ട്? H ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ക്ലോറിനും ഈ Hഉം കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോവും. ഇവരെന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. അതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നേരെ ഈ ബെൻസീനിലേക്കാണ് വരിക. ഇവിടെ ആരാ ഉള്ളത്? OH ഉണ്ട്. ഓക്കെ, ഇതിനെ പാരാഹൈഡ്രോക്സി അസോബെൻസീൻ എന്നാ പറയാ. എന്താടാ പറയാ? പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. എടാ, ഇത് ഓറഞ്ച് ഡൈ ആണ്. എന്ത് ഡൈ ആണ്? ഓറഞ്ച് ഡൈ. നല്ല ഓറഞ്ച് കളറുള്ള ഡൈ ആണ് പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ അനിലിനുമായി ട്രീറ്റ് ചെയ്യാം. എങ്ങനെ? N2+Cl-. ഓക്കെ, ഇതിനാരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അനിലിനുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആസിഡ് മീഡിയത്തിലാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു H ഉണ്ട്. മുകളിൽ സംഭവിച്ച പോലെ തന്നെ ഈ Hഉം Clഉം കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോകും. ഇവർ പരസ്പരം ജോയിൻ ചെയ്യപ്പെടും. എന്നിട്ടോ ഓക്കെ, NH2. ഓക്കെ, ഇത് മക്കളെ എന്താ? പാരാ അമിനോ അസോബെൻസീൻ ആണ്.
പാരാ അമിനോ അസോബെൻസീൻ. ഇത് നല്ല യെല്ലോ കളറിലുള്ള ഡൈ ആണ്. ഇത് കളറിലുള്ള ഡൈ ആണ്, യെല്ലോ കളറിലുള്ള ഡൈ ആണ്. അപ്പൊ ഇങ്ങനെ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ ഹൈലി ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള അനിലിനും ഫിനോളും ഒക്കെ ആയി ട്രീറ്റ് ചെയ്ത് ഡൈസ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് റിയാക്ഷൻ ആടാ, കപ്ലിംഗ് റിയാക്ഷൻ. ഇത് എഴുതി വെക്കുക, ഇത് പഠിക്കുക. അപ്പൊ മക്കളെ ഇത്രയുമാണ് ഈ 4 ഓർഗാനിക് ചാപ്റ്ററിലെ പ്രധാനമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട നെയ്മഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ നെയ്മഡ് റിയാക്ഷൻസിനകത്ത് തന്നെ ഹിൻസ്ബർഗ് ടെസ്റ്റും ലുക്കാസ് ടെസ്റ്റും കാർബിലമൈൻ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അത് SN1 SN2 മെക്കാനിസംസ് ഒക്കെ വരുന്നുണ്ട്. മാർക്കോണി ആന്റി മാർക്കോണി ഒക്കെ വരുന്നുണ്ട്. സെറ്റ്സ് ഓഫ് റൂൾ ഒക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നീറ്റായിട്ട് പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈവിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതിന് പുറമെയുള്ള ബാക്കിയുള്ള റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ നമ്മുടെ ലൈവിൽ വരും. ഇതാണ് നെയ്മഡ് റിയാക്ഷൻസിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നല്ല നീറ്റായിട്ട് പഠിക്കുക. ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻസും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സമയം ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ആണല്ലോ ഇത് ഉണ്ടാവുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കുക, പേപ്പറിൽ എഴുതി വെക്കുക. അത് നല്ല ഷോർട്ടായിട്ട് എഴുതുക. അത് വിറ്റ് വെക്കാനല്ല, അത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനാണ്, റിവൈസ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുക, നമുക്കത് ക്ലിയർ ആക്കി പോവാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.